ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത് മനഃശാസ്ത്ര മേഖലയിൽ സമ്പന്നമായ അനുഭവ സമ്പത്തുള്ള സീനിയർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും സെന്റർ ഫോർ സൈക്കോ സോഷ്യൽ ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസ് വെള്ളിമാടുകുന്ന് കാലിക്കറ്റ് എന്ന സ്ഥാപനത്തിന്റെ മാനേജിംഗ് പാർട്ണറുമായ ശ്രീമതി നിമ്മി മൈക്കൽ മാഡത്തെ സാദരം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കുട്ടികളുടെയും കൗമാരക്കാരുടെയും മാനസികാരോഗ്യ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഓഫ് സൈക്യാട്രിയായ ഡോക്ടർ വർഷ വിദ്യാധരൻ മാമിനെയും സ്വാഗതം ചെയ്യുന്നു. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും തലശ്ശേരി ബ്രണ്ണൻ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും സൈക്കോളജി വിഭാഗം മേധാവിയുമായ മഹേഷ് എം സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ഏകോപനം നിർവഹിക്കുന്നത് ആതിര കെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ മാനസികാരോഗ്യം എന്ന വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും വളരെയേറെ മുൻപന്തിയിൽ നിൽക്കുന്ന, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെയേറെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ കേരളം. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലകളിലും ഒരുപാട് അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടിയും മാനസിക ആരോഗ്യം എന്നതിനെ കുറിച്ചിട്ട് കൂടുതൽ ആഴത്തിലുള്ളൊരു ചർച്ച ആവശ്യമുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മാനസികാരോഗ്യം എന്ന് പറയുന്നത് ഒരു ആരോഗ്യ അല്ലെങ്കിൽ ഒരു ചികിത്സാ വിഷയം എന്നതിനേക്കാൾ ഉപരി കുടുംബ ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്, വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം അതൊരു ഒരു വിഭാഗത്തിലേക്കോ ഒരു പ്രത്യേക മേഖലയിലേക്കോ മാത്രം ഒതുങ്ങിപ്പോവാൻ പറ്റാത്തൊരു വിഷയമാണ് മാനസികാരോഗ്യം. അപ്പം ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ നമ്മളോടൊപ്പം മാനസികാരോഗ്യത്തെക്കുറിച്ചിട്ട് ആഴത്തിലുള്ള അറിവുള്ള, വർഷങ്ങളായിട്ട് ക്ലിനിക്കൽ അതുപോലെ തന്നെ അക്കാഡമിക മേഖലകളിൽ പരിചയസമ്പന്നരായിട്ടുള്ള 3 വ്യക്തിത്വങ്ങളാണുള്ളത്. മഹേഷ് സർ, നിമ്മി മാം, വർഷ മാം. അപ്പം നമുക്ക് നിമ്മി മാമിൽ നിന്ന് ആരംഭിക്കാം. മാം, പലപ്പോഴും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തുറന്നു പറയാനോ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടാൽ ഒരു സഹായം അഭ്യർത്ഥിക്കാനോ ആളുകൾ ഇപ്പോഴും മടി കാണിക്കുന്നുണ്ട്. അതൊരു പക്ഷേ മാനസിക ആരോഗ്യത്തെക്കുറിച്ചിട്ട് ഒരു വ്യക്തമായിട്ടുള്ള ബോധ്യം ഇല്ലാത്തത് കൊണ്ട് ആവാം. അപ്പം മാനസികാരോഗ്യം എന്ന് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുമെങ്കിലും ആ വേർഡിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് പല ആളുകൾക്ക് അറിയില്ല. അപ്പം മാനസിക ആരോഗ്യത്തിനെ നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് എങ്ങനെ വ്യാഖ്യാനിക്കാം? അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന മാനസികാരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റിഗ്മകൾ നിലവിലുണ്ട്. അതിനെ കൂടി ഒന്ന് മാം വ്യക്തമാക്കിയിരുന്നെങ്കിൽ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ലോകാരോഗ്യ സംഘടന മാനസിക ആരോഗ്യത്തെ നിർവചിക്കുന്നത് ഇപ്രകാരമാണ്: ഇറ്റ് ഈസ് എ social, psychological and emotional well-being of people and communities. ലോകാരോഗ്യ സംഘടന ഒരു കാര്യം കൂടി വളരെ കൃത്യമായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് ഒരാളുടെ ബേസിക് ഹ്യൂമൻ റൈറ്റാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തി എങ്ങനെ അയാളുടെ ജീവിതം ആസ്വദിക്കുന്നു, എങ്ങനെ പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ തരണം ചെയ്യുന്നു, അവനവൻ്റെ പൊട്ടൻഷ്യൽസ് മനസ്സിലാക്കുന്നു, അതിനനുസരിച്ചിട്ട് ജീവിതത്തിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നു, ആ ഗോളിലേക്ക് എങ്ങനെ എത്തിപ്പെടുന്നു, ചുറ്റുപാടുമായി എങ്ങനെ കണക്റ്റ് ചെയ്യപ്പെടുന്നു, ഇതൊക്കെ തന്നെയാണ് ചുരുക്കം പറഞ്ഞ ഒരു ആളുടെ മാനസിക ആരോഗ്യത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മെൻ്റൽ ഹെൽത്ത് ഈസ് all about wellness and not the absence of illness. ശാരീരിക ആരോഗ്യം പോലെ തന്നെ വളരെ അല്ലെങ്കിൽ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് മാനസികാരോഗ്യം. ശാരീരിക ആരോഗ്യം ഫിക്സ്ഡ് അല്ല,
അത് വാരി ചെയ്തുകൊണ്ടിരിക്കും, പ്രായവും സാഹചര്യവും. അതുപോലെ തന്നെയാണ് മാനസികാരോഗ്യവും. അതൊരു കണ്ടിന്യൂമാണ്, ഒരു റേഞ്ച് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. അതായത് ഒരു സൈഡിൽ വളരെ പോസിറ്റീവായിട്ടുള്ള വെൽ ഫങ്ഷനിങ് സ്റ്റേറ്റ് തൊട്ട് ഒരു പക്ഷേ നമ്മൾ നടുക്ക് വരുമ്പോൾ നമ്മുടെ ഡേ ടു ഡേ ഹാസിൽസ്, നമ്മുടെ ഡേ ടു ഡേ സ്ട്രെസ്സേഴ്സ് തൊട്ട് അങ്ങ് അറ്റം പോകുമ്പോൾ ചിലപ്പോൾ വളരെ സിവിയർ ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ ആയിരിക്കാം ആ അറ്റത്ത് വരുന്നുണ്ടാവുക. പല കാര്യങ്ങൾ നമ്മുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന ഘടകങ്ങളായിട്ടുണ്ട്. പാരമ്പര്യം, ജനിതകമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ, ഒരാളുടെ പേഴ്സണാലിറ്റി, ഒരാളുടെ വ്യക്തിത്വത്തിലുള്ള ചില പ്രത്യേകതകൾ, അതല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള ഫാമിലി ഹിസ്റ്ററി. ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് നമ്മൾ സമൂഹത്തിലേക്കൊക്കെ സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ദാരിദ്ര്യം അല്ലെങ്കിൽ അസമത്വം, അനീതി, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരാളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും നമുക്കറിയാം, ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും നമുക്ക് സ്ട്രെസ്സേഴ്സ് വരാം, ക്രൈസിസ് വരാം. കാരണം ലൈഫ് ഈസ് ഹൈലി അൺപ്രഡിക്റ്റബിൾ. എന്നിരുന്നാലും വളരെ ഏർലി ഡെവലപ്മെൻ്റൽ പീരിയഡിൽ ഉണ്ടാകുന്ന ചില ഹാസാർഡ്സ് അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ, നമ്മളതിനെ അഡ്വേഴ്സ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് എന്ന് പറയും. വളരെ സെൻസിറ്റീവായിട്ടുള്ള പീരിയഡിൽ 2 വയസ്സ് 3 വയസ്സ് അങ്ങനെയുള്ള വളരെ ഏർലി ഏജിൽ ഉണ്ടാകുന്ന ചില, ഉദാഹരണത്തിന് ഹാർഷ് പാരൻറ്റിങ്, അതല്ലെങ്കിൽ പല രീതിയിലുള്ള അബ്യൂസ്, സെക്ഷൽ അബ്യൂസോ ഫിസിക്കൽ അബ്യൂസോ, അല്ലെങ്കിൽ വയലൻസ്, ഫാമിലിയിലുള്ള വയലൻസ്, സ്കൂളിലുണ്ടാവുന്ന അക്കാഡമിക് സ്ട്രെസ് അല്ലെങ്കിൽ ബുള്ളിങ്, അത്തരം കാര്യങ്ങളെല്ലാം പിൽക്കാലത്ത് ആ വ്യക്തിയുടെ മാനസിക നിലയെ പ്രതികൂലമായിട്ട് ഒരു പക്ഷേ ബാധിച്ചേക്കാം. ഇതേപോലെ തന്നെ പല പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സും ഉണ്ട് നമ്മുടെ ആരോഗ്യത്തെ വളരെ നല്ല രീതിയിൽ ബാധിക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ സോഷ്യൽ ആൻഡ് എമോഷണൽ സ്കിൽസ്, അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ നെറ്റ്വർക്ക്, സൗഹൃദങ്ങൾ, കുടുംബാന്തരീക്ഷം, നല്ല കുടുംബാന്തരീക്ഷം, നല്ല വിദ്യാഭ്യാസം, അല്ലെങ്കിൽ നല്ല ജോലിയിലുള്ള അന്തരീക്ഷങ്ങൾ, നല്ല സേഫായിട്ടുള്ള നെയ്ബർഹുഡ്, സേഫായിട്ടുള്ള കമ്മ്യൂണിറ്റി, ഇതെല്ലാം നമ്മളെ അനുകൂലമായും ബാധിക്കുന്ന ചില കാര്യങ്ങളാണ്. ഈ അടുത്ത കാലത്ത് നമ്മളെല്ലാം കടന്നു പോയാൽ നമുക്ക് വിറ്റ്നസ് ചെയ്തിട്ടുള്ള, അതായത് ഗ്ലോബലി എല്ലാവരും എഫക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് കോവിഡ് എന്ന മഹാമാരി. അപ്പോൾ ഇത്തരത്തിലുള്ള ചില അസുഖങ്ങൾ, പിന്നെ യുദ്ധങ്ങൾ, കലാപങ്ങൾ, നാച്ചുറൽ കലാമിറ്റീസ്, അതായത് ഭൂമി കുലുക്കം, വെള്ളപ്പൊക്കം, കാട്ടുതീ, എന്തിന് നമ്മുടെ ക്ലൈമറ്റിക് വേരിയേഷൻ അടക്കം, ക്ലൈമറ്റിലുണ്ടാവുന്ന ചേഞ്ച് അടക്കം നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം, ഒരു കോവിഡിനൊക്കെ ശേഷം ആൾക്കാരുടെ ഇടയിൽ ഈ മാനസിക ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടുള്ള അവബോധം ഒരുപാട് കൂടിയുണ്ട്. വേറൊന്നുകൊണ്ടല്ല, നമ്മളെല്ലാവരും ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഈ മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. പല ടൈപ്പ് ആൻസൈറ്റി ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ ഡിപ്രസീവ് ഡിസോർഡറൊക്കെ നമുക്ക് പലരെങ്കിലും അനുഭവിക്കാതിരുന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇതെന്തെങ്കിലും ചെയ്യണം, ഇതെന്താണ് എന്നുള്ള ഒരു ആകാംക്ഷയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനു വേണ്ടി ഒരു ഹെൽപ്പ് എടുക്കണം എന്നൊക്കെയുള്ള ഒരു പൊതു അവബോധം ആളുകളിൽ ജനറലി കൂടിയിട്ടുണ്ടെങ്കിൽ പോലും എപ്പോഴാണ് നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്, ട്രീറ്റ്മെൻറ്റ് ഇൻ ദ സെൻസ് ഒരു ഹെൽപ്പ് എടുക്കേണ്ടത്. ഞാൻ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള വാക്കിലേക്ക് പോകുന്നില്ല, അത് കുറച്ചും കൂടി ഒരു വലിയ ടേമാണ്. ഒരു സഹായം, ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് നമ്മൾ എപ്പോഴാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നമ്മൾ എപ്പോഴാണ് എടുക്കേണ്ടത്? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആൻസൈറ്റി, നമ്മളെല്ലാവരിലും ഇല്ലേ ആൻസൈറ്റി? അതായത് നമ്മുടെ കോമൺ ഭാഷയിൽ പറയുമ്പോൾ ടെൻഷൻ, നമ്മളെല്ലാവരിലും ഉണ്ട് ടെൻഷൻ. ടെൻഷൻ വേണ്ടേ? ഒരു പരിധി വരെ നമുക്കൊക്കെ ടെൻഷൻ, കാരണം ആൻസൈറ്റി എന്ന് പറയുന്നത് ഒരു ഡ്രൈവിംഗ് ഫോഴ്സാണ്, എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു സർവൈവൽ എമോഷൻ കൂടിയാണ്. ഉദാഹരണത്തിന് ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി, തീരെ ടെൻഷനില്ല. എന്തായിരിക്കും ആ കുട്ടിക്ക് എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, വളരെ കൂളാണ്. എന്നാൽ അതേസമയം വേറൊരാൾ പരീക്ഷാ ടൈം ടേബിൾ കിട്ടിയ അന്ന് മുതൽ ഉറങ്ങുന്നില്ല, വിശപ്പില്ല, വായിക്കുമ്പോൾ കണ്ണിൽ ഇരുട്ട് കയറണു, തല കറങ്ങുന്നു, ഓക്കാനം വരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഡിസ്ഫങ്ഷനിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ഹെൽപ്പ് എടുക്കണം, അതിന് മടി കാണിക്കരുത്. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു റിലേഷൻഷിപ്പിലാണ് 2 വ്യക്തികൾ, റിലേഷൻഷിപ്പ് നന്നായി പോകണം. റിലേഷൻഷിപ്പിലെ കാര്യങ്ങൾ വന്നിട്ട് മറ്റൊരു ഫ്രണ്ടിനോട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ കേൾക്കുന്ന ഫ്രണ്ട് പറയാണ്, അവൻ അല്ലെങ്കിൽ അവൾ
പറയണതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, അയാളുടെ പെരുമാറ്റം ശരിയല്ലല്ലോ, ചിലപ്പോൾ അതുവരയ്ക്കും നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം എന്നില്ല, നമുക്കത് കത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഫ്രണ്ട് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം എന്തെന്ന്, അവന് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ടുള്ള അസൂയ കൊണ്ട് പറയണതാണെന്ന് വേണമെങ്കിൽ ആലോചിക്കാം. പക്ഷേ അല്ല, അതെൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്, എൻ്റെ വെൽവിഷറാണ്, എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയണമെന്ന് നമുക്ക് ബോധ്യം വരുമ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ കുറച്ചും കൂടി ആലോചിക്കണു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, യെസ് ഇതിലെന്തോ പന്തികേടുണ്ട്, ഇതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് അയാളോട് നോ പറയാൻ കഴിയണില്ല, നിങ്ങളുടെ അകത്തുള്ള സമ്മർദ്ദം കൂടി വരികയാണ്. അപ്പോഴും തീർച്ചയായിട്ടും നിങ്ങളൊരു ഹെൽപ്പ് എടുക്കണം. ഞാൻ പറഞ്ഞു വരുന്നൊരു ഡിസ്ഫങ്ഷൻ ഉണ്ടാവാൻ വേണ്ടി മാത്രം നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നില്ല. ചുരുക്കം പറഞ്ഞാൽ നമ്മളെക്കൊണ്ട് ചില കാര്യങ്ങൾ പറ്റുന്നില്ല ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട്, ഉദാഹരണം നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് നമ്മളെ ഡീൽ ചെയ്യാൻ കഴിയണില്ലെങ്കിൽ ഡെഫിനറ്റ്ലി വൺ ഷുഡ് സീക്ക് എൻ പ്രൊഫഷണൽ ഹെൽപ്പ്. അതിനൊരിക്കലും മടി കാണിക്കരുത്. പക്ഷേ എന്തൊക്കെ ആയിരിക്കാം നമ്മൾ ഹെൽപ്പ് സീക്ക് ചെയ്യണമെന്ന് പറഞ്ഞാലും ഹെൽപ്പ് സീക്കിങ്ങിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഇപ്പോൾ അതിൽ പറഞ്ഞ പോലെ അതിൽ ഏറ്റവും വലിയ തടസ്സം തന്നെയാണ് ഈ പറഞ്ഞ സ്റ്റിഗ്മ. എന്തോ ഈ സൈക്കാട്രിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞാൽ എന്തോ ഒരു കുറവ്, ഒരു നാണക്കേട്, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യുന്ന ഒരു തോന്നലാണ് പലരുടെയും ഉള്ളിലുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ സ്റ്റിഗ്മ റെഡ്യൂസ് ചെയ്യാം, എങ്ങനെ ആയിരിക്കണം നമ്മൾ ഇതിനെ ഡീസ്റ്റിഗ്മറ്റൈസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതുപോലെയുള്ള പബ്ലിക് ഡിസ്കോഴ്സുകൾ, ഓപ്പൺ കോൺവെർസേഷൻസ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സെലിബ്രിറ്റീസൊക്കെ വന്നിട്ട് പറയുന്നില്ല, ഇപ്പോൾ ഫഹദ് ഫാസിൽ വന്നിട്ട് പറയായിരുന്നു എനിക്ക് ADHD ഡയഗ്നോസ് ചെയ്തു, അതല്ലെങ്കിൽ ദീപിക പദുക്കോൺ വന്നിട്ട് എനിക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ വേറെ ആളോ OCD. അപ്പോൾ ഇതൊക്കെ ഈ ടെർമിനോളജിയൊക്കെ വളരെ കോമൺ ആയിട്ട് ഫെമിലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു നല്ലൊരു ഇതാണെന്ന് തോന്നുന്നു. കാരണം ആൾക്കാരുടെ ഇടയിൽ ഇതൊക്കെ വലിയ ആൾക്കാർക്കും ഉണ്ട്, അപ്പോൾ എനിക്കും ചിലപ്പോൾ വന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അതാണല്ലോ സന്തോഷം, വേറെ ആൾക്കുണ്ട് അപ്പോൾ എനിക്കും അതുണ്ട് എന്നുള്ളത് ഒരു സമാധാനം തരും അറ്റ്ലീസ്റ്റ്. മറ്റൊരു കാര്യം ഈ പറഞ്ഞ പോലെ ഈ നമുക്ക് ഇങ്ങനെയുള്ള, അതുകൊണ്ട് തന്നെയും ഈ ഹെൽപ്പ് സീക്കിംഗ് ബിഹേവിയർ എത്രത്തോളം നമുക്ക് നോർമലൈസ് ചെയ്യപ്പെടാമോ, അതായത് ഒരു പനി വരുമ്പോൾ ഒരു ഫിസിഷ്യനെ കാണിക്കുന്ന അതേ ലാഘവത്തോട് കൂടിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിനോ സൈക്കോളജിസ്റ്റിനോ സമീപിക്കാൻ നമുക്ക് കഴിയണം. 2017 മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് പ്രകാരം എല്ലാ വ്യക്തികൾക്കും അഫോർഡബിൾ ആൻഡ് ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ് കിട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഇൻഷുറൻസ് കവറേജിനെ പറ്റിയിട്ടും അതുപോലെ സൂയിസൈഡ് ഡീക്രിമിനലൈസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് മെയിനായിട്ട് ആ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. 2017 ആക്ട് നിലവിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ സൂയിസൈഡ് ഇപ്പോൾ സൂയിസൈഡ് ഇപ്പോൾ ഒരു ക്രിമിനൽ ഇതല്ല എന്നുള്ളത് വെച്ചിട്ടുണ്ട്. പക്ഷെ ബാക്കി കാര്യങ്ങളൊന്നും ഇപ്പോഴും പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇന്ത്യയിൽ 100,000 ആൾക്കാർക്ക് 0.75 മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ അനുപാതം എന്ന് പറയുന്നത്. അതായത് ലെസ് ദാൻ 1 ഒരാൾ പോലും ഇല്ല, 100,000 ആൾക്കാരെ നോക്കാൻ ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ്. മറിച്ച് നമ്മൾ ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ കണക്കെടുക്കുമ്പോൾ അത് 20. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക അന്തരം എത്രയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ തന്നെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രീറ്റ്മെൻറ്റ് സീക്ക് ചെയ്യാൻ, ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യാൻ വേണ്ടി ആൾക്കാർക്ക് ഒരു തടസ്സം നിൽക്കണം. ആവശ്യത്തിനുള്ള മാൻ പവർ നമ്മുടെ അവിടെ ഇല്ല എന്നുള്ളത്. ഇതിനെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി കോവിഡിന് ശേഷം സെൻട്രൽ ഗവൺമെൻറ് ടെലിമാനസ് എന്നൊരു പദ്ധതിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റേതായ പല ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഒരു പെട്ടെന്നൊരു അക്യൂട്ട് ഹെൽപ്പിന് ഒരു അക്യൂട്ട് സ്ട്രെസ്സുള്ള ഒരാളൊരു ഹെൽപ്പിന് വേണ്ടി, അല്ലെങ്കിൽ അതായത് ക്രൈസിസ് ഇൻ്റർവെൻഷൻ നടക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഫോളോ അപ്പോ അല്ലെങ്കിൽ ഒരു ലോങ് ടേം കെയറോ ഫോണിൽ കൂടെ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതേപോലെ തന്നെയാണ് ഇൻഷുറൻസ് കവറേജിൻ്റെ കാര്യം പറയുമ്പോഴും ഇപ്പോഴും സൈക്കാട്രിക് ഡയഗ്നോസിസ് ഉള്ള പലതിനെല്ലാം ഒട്ടുമിക്ക കാര്യങ്ങൾക്കും നമുക്കൊരു ഇൻഷുറൻസ് കവറേജ് പല കമ്പനിക്കാരും തരുന്നില്ല എന്നുള്ളതാണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ പൊതുജന ആരോഗ്യത്തെ പറ്റിയിട്ട് കേരളം എപ്പോഴും മെയിനി പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളോട് പിടയ്ക്കുന്നുണ്ട് നമ്മുടെ ആരോഗ്യരംഗം എന്നുള്ളത്. പക്ഷേ മാനസികാരോഗ്യരംഗം തഥൈവന്യാണ്. നമുക്ക് ആകെ കേരളത്തിലുള്ളത് 3 മെൻ്റൽ ഹെൽത്ത് സെൻറ്റേഴ്സാണ്, തിരുവനന്തപുരത്തും തൃശ്ശൂരും കോഴിക്കോടും. അതിൻ്റെയൊക്കെ അവസ്ഥ
പോയി കാണണ്ട. നമ്മൾ ഈ അടുത്ത കാലത്ത് തന്നെ കുതിരവട്ടത്തുണ്ടായ കാര്യങ്ങൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത്. അതായത് പ്രോപ്പർ ട്രെയിൻഡ് സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ടും ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ വളരെ പുവറായതുകൊണ്ടൊന്നും അർഹിക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ റിസീവ് ചെയ്യാൻ പലർക്കും അവിടെ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ജനറലി ഇതൊക്കെ പോയിട്ട് ഈ ലാസ്റ്റ് യൂണിയൻ ബജറ്റിൽ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് വെച്ചിരിക്കണത് ആകെ അതിൽ ഹൈലൈറ്റഡ് ആയ 2 കാര്യമാണ് എനിക്ക് തോന്നിയേക്കണത്. അതും വലിയ കാര്യമല്ല. ബാംഗ്ലൂർ ഒരു നിംഹാൻസ് ഉണ്ട്, അതേപോലെ നോർത്ത് ഇന്ത്യയിൽ ഒരു നിംഹാൻസ് തുടങ്ങാനുള്ള ഒരു പദ്ധതി അവർ പ്ലാൻ ചെയ്യുന്നു. ഈ ടെലിമാനസ് പദ്ധതിക്ക് 45 കോടിയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്, അതൊരു 50 കോടിയാക്കി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചെലവഴിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഓവർവ്യൂ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ പറ്റിയും മെൻ്റൽ ഹെൽത്തിൻ്റെ സ്റ്റിഗ്മയെ പറ്റിയിട്ടൊക്കെ. താങ്ക് യു മാം. വർഷ മാം, ഉയർന്ന സാക്ഷരതയും അതേപോലെ തന്നെ ഒരു മികച്ച ജീവിത സാഹചര്യം ഉള്ള നാടാണ് കേരളം. പക്ഷേ എങ്കിൽ കൂടിയും ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ നിരക്ക് ഭീതിപ്പെടുത്തുന്നതാണ്. ഇപ്പം കഴിഞ്ഞ ഈ മാസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒട്ടനവധി കേസുകൾ, ഇപ്പം പൂന്തറയിലെ ഇരട്ടാത്മഹത്യ, സിജെ റോയ്, അതേപോലെ ഇൻഫ്ലുവൻസർ ഒരു കുട്ടി ഇന്നലെ മരിക്കുകയുണ്ടായി, ദീപക്. അങ്ങനെ കേരളത്തിൻ്റെ മാനസികാരോഗ്യം അപകടത്തിലേക്കാണ് പോകുന്നത് എന്നൊരു സൂചനയാണോ അത് നൽകുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ 97, 98 കാലഘട്ടങ്ങളിൽ ഞാനും നിങ്ങളെപ്പോലെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ 97 സയൻസ് ബാച്ചാണ്. പ്രീ ഡിഗ്രി എനിക്ക് തോന്നുന്നു പ്രീ ഡിഗ്രി തീരുന്നതിൻ്റെ പ്രീ ലാസ്റ്റ് ബാച്ച്. അന്നും ഇന്നും ഇവിടെ ഒരുപാട് മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ 1-2 പ്രോഗ്രാംസിനൊക്കെ വരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ ഇവിടെ നടക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥിനി എന്നുള്ള നിലയ്ക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ കുട്ടികളെ കാണുമ്പം, കോളേജ് കാണുമ്പോൾ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ, നിമി നിർത്തിയെടുത്തുനിന്ന് ഞാൻ തുടങ്ങുകയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയിലെ ബാക്കി സ്റ്റേറ്റുകളെ അപേക്ഷിച്ചിട്ട് കേരളത്തിൻ്റെ ലിറ്ററസി, ഹെൽത്ത് ഇതൊക്കെ ഡെഫിനിറ്റ്ലി ബെറ്ററാണ്. അതിൽ നമുക്ക് ആർക്കും സംശയമില്ല. അത് പക്ഷേ ആർ വി ഡീലിംഗ് വിത്ത് ഒരു സെക്കൻഡ് ജനറേഷൻ ചാലഞ്ചുകളാണോ നമ്മളിപ്പം നേരിടുന്നത് എന്നുള്ളതാണ് വൈഡ്ലി നമ്മുടെ ഒരു ഏരിയയിൽ ഡിസ്കഷൻ നടക്കുന്നത്. അതായത് ഒരു കേരള പാരഡോക്സ് മോഡൽ, ഒരു ഡെവലപ്മെൻ്റൽ പാരഡോക്സ് ആണോ നടക്കുന്നത് എന്ന്. കാര്യം ഒരു ഭാഗത്ത് ലിറ്ററസി ഡെഫിനറ്റ്ലി കൂടിയിട്ടുണ്ട്, മറ്റേ ഭാഗത്ത് ഹെൽത്ത് ഡെഫിനറ്റ്ലി ബെറ്ററാണ്. കുഞ്ഞുങ്ങളുടെ മോർട്ടാലിറ്റി റേറ്റ്, ജനന മരണ നിരക്കുകൾ, പ്രായമാകുന്ന ലൈഫ് സ്പാൻ ഇൻഡെക്സ് ഇതൊക്കെ നമുക്ക് ബെറ്ററാണ്. പക്ഷേ സ്റ്റിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ചില ഇൻഡെക്സുകൾ മെച്ചാകുമ്പോൾ നാച്ചുറലി ബാക്കി ഇൻഡെക്സുകളും അതിൻ്റെ കൂടെ പോവും എന്നാണല്ലോ. പക്ഷേ അത് പോണില്ല. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണോ നമ്മൾ ഈ കാണുന്ന മാസീവ് സൂയിസൈഡ് റേറ്റ്? ഞങ്ങളെ ഇടയിലൊരു സംസാരം പോലെ ഉണ്ട്, സൂയിസൈഡ് കണ്ടേജിയൻ എന്ന് പറയും. അതായത് നമ്മൾ കണ്ടേജിയസ്, ഒരാൾക്ക് വന്ന അടുത്ത ആൾക്ക് വരണ അസുഖം എന്ന് പറയില്ലേ, അതേപോലെ. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ടീനേജ് സൂയിസൈഡിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിൽ വന്നിരുന്നു. അപ്പോൾ കേരളത്തിൽ എവറി ഡേ ഒരു ടീനേജറുടെ സൂയിസൈഡ്, എവറി ഡേ. സ്റ്റാറ്റിസ്റ്റിക്സ് 2024 NCBR അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തിൽ നിന്ന് ഇത് കൂടി വരികയാണ്. അപ്പോൾ അതൊരു റിയാലിറ്റി തന്നെയാണ്. ഇത് മെട്രോപൊളിറ്റൻ സിറ്റീസിലാണ് കൂടുന്നത്, ട്രിവാൻഡ്രം, കൊച്ചി, കാലിക്കറ്റ്. എന്നാൽ വയനാട് പോലത്തെ സിറ്റീസും ബാക്കിലല്ല. സോ ഒരു ഡെവലപ്മെൻ്റൽ പാരഡോക്സിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ? അതിൻ്റെ റീസണിലേക്ക് ചോദിക്കുമ്പോൾ ഒരുപാട് റീസൺസ് ഉണ്ട്. റൈറ്റ് ഫ്രം മീഡിയ. ഇപ്പം മീഡിയയിൽ ഇപ്പം ആരതി പറഞ്ഞുവല്ലോ, അതിനെ പറഞ്ഞുവല്ലോ, അതായത് ചില കാര്യങ്ങളുടെ പരിഹാരം സൂയിസൈഡാണോ? എൻ്റെ ലൈഫിലെ പ്രോബ്ലങ്ങളുടെ ഏറ്റവും എളുപ്പത്തിലുള്ള സൊല്യൂഷനാണോ? അല്ലെങ്കിൽ എനിക്കൊരു പക്ഷേ എക്സാം ഫെയിലിയർ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫെയിലിയർ ഉണ്ടാകാം. ഈ ഫെയിലിയറിന് ഞാൻ കൊടുക്കുന്ന മീനിങ് എന്താണ്?
ഒരു ഭാഗത്ത് എനിക്ക് നല്ലൊരു ന്യൂക്ലിയർ ഫാമിലി ഉണ്ട്, പക്ഷേ ഈ ഓവർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പാരൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ അക്കാഡമിക് സ്ട്രെസ് ഒരുപാട് കൂട്ടുന്നതിൽ റോള് വഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി സിസ്റ്റം പണ്ടത്തേന്ന് ഒരുപാട് ചേഞ്ച് വരുമ്പോൾ സൊസൈറ്റിയുടെ പാറ്റേണിൽ, കുട്ടികൾ ഡിജിറ്റൽ മീഡിയ നാവിഗേറ്റ് ചെയ്യുന്ന പാറ്റേണിൽ എപ്പോഴും നമ്മൾ കണക്റ്റഡ് ആണ് എല്ലാവരെയായിട്ടും, പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ ലോൺലി ആണോ? ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസിന് നമ്മൾ എന്താ പറയുക, കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് പോകുന്നത് പോലെ തന്നെ അനലൈസ് ചെയ്ത് തിങ്ക് ചെയ്യേണ്ടതുണ്ടെന്ന്. അതെനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അഡോളസൻസിന് തന്നെ പറ്റുള്ളൂ. എനിക്ക് പ്രശ്നമുണ്ട്, എൻ്റെ പ്രശ്നങ്ങളായിരിക്കില്ല നിമ്മിയുടെ പ്രശ്നം, നിമ്മിയുടെ ആയിരിക്കില്ല സാറിൻ്റെ പ്രശ്നം. പക്ഷേ എങ്ങനെ റിസീലിയൻസ് വർദ്ധിപ്പിക്കാം, പ്രോബ്ലം വന്നാൽ ഫേസ് ചെയ്യാനുള്ള സ്കിൽസ് മെച്ചാക്കാം, ഇത് നമ്മൾ ഈ കുട്ടികളെ ആരും എത്രമാത്രം ട്രെയിൻ ചെയ്യുന്നുണ്ട് ചോദിച്ചാൽ വി ആർ നോട്ട് ക്ലിയർ റിഗാർഡിങ് ദാറ്റ്. ലൈഫ് സ്കില്ലുകൾ ജീവിക്കാൻ വേണ്ടുന്ന, സ്വയം അറിയാൻ, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, സ്ട്രെസ്സ് വന്നാൽ കോപ്പപ്പ് ചെയ്യാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു അക്കാഡമിക് ഏരിയയിൽ നമ്മൾ മെച്ചപ്പെടുന്നതിനോടൊപ്പം തന്നെ ലിറ്ററസി കൂടുന്നതിനനുസരിച്ച് തന്നെ മെൻ്റൽ ഹെൽത്ത് ഹൈജീൻ, അവിടെ എൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ അതെൻ്റെ തലച്ചോറിൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഉള്ളിലാണ് എന്നും, അത് എൻ്റെ ചിന്ത, ഞാൻ ആലോചിക്കുന്ന എൻ്റെ ഇമോഷൻസ്, ഞാൻ മറ്റുള്ളവരോട് പെരുമാറുന്ന എൻ്റെ ഭാഷ, ഇതിൻ്റെ എല്ലാം ഒരു കലക്ഷനാണെന്നും, എൻ്റെ ശരീരത്തിൻ്റെ ഹൈജീൻ വെക്കുന്നത് പോലെ തന്നെ എൻ്റെ മനസ്സിൻ്റെ ഹൈജീനും റിലേഷൻഷിപ്പ് ഹൈജീനും ഡിജിറ്റൽ ഹൈജീനും എല്ലാം ഇന്നത്തെ കാലത്ത് സർവൈവലിന് ക്രൂഷ്യലാണ് എന്ന് നമ്മളെ കുഞ്ഞുങ്ങൾ അറിഞ്ഞു തുടങ്ങണം തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇവരുടെ ഇടയിൽ അങ്ങനെ ഒരു മൂവൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കാര്യം അനലോഗ് കോൺസെപ്റ്റ് നമ്മളിപ്പോൾ കേട്ടു. പണ്ട് നമുക്കൊക്കെ 2000 ആദ്യം മൊബൈൽ വരുമ്പോൾ നോക്കിയ ഫോൺ കൈ കിട്ടുക വെച്ചാൽ ഭയങ്കര സന്തോഷമായിരുന്നു അന്ന്. പിന്നീട് എല്ലാവർക്കും സ്മാർട്ട് ഫോൺ മതി എന്നുള്ള ലെവലിലായി. പക്ഷെ ഇപ്പോൾ നമ്മളെ കുട്ടികൾ ആ പഴയ ഫോണിലേക്ക്, ഫ്ലിപ്പ് ഫോണിലേക്കും പിങ്ക് ഫോൺസിലേക്കും മൂവ് ചെയ്യുന്നു എന്നാണ് അനലോഗ് കോൺസെപ്റ്റ് വന്നിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൺലി ചേഞ്ച് ഇസ് കോൺസ്റ്റൻറ്റ്. പക്ഷേ ഇവിടെ ഈ സൂയിസൈഡ് ആസ് എ സോഴ്സ് ഓഫ് സൊല്യൂഷൻ, അല്ലെങ്കിൽ ഞാൻ മരിച്ച എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ സൊസൈറ്റിയിൽ സേഫ് അല്ല എന്ന് ചിന്തിച്ചൊരു പാക്ക് സൂയിസൈഡിലേക്ക് പോകുന്ന ഒരു പാറ്റേൺ, അതും അല്ലെങ്കിൽ മറ്റുള്ളവർക്കുള്ളൊരു പണിഷ്മെൻ്റാണ് എൻ്റെ മരണം, അല്ലെങ്കിൽ എൻ്റെ മരണം അതിൻ്റെ ഒരു ഉത്തരാണ് എന്നുള്ള തോട്ട്, ചിന്തിക്കുന്നതിൻ്റെ മുന്നേ ആക്ഷനിലേക്ക് എത്തുന്ന പ്രവൃത്തി. പിന്നെ കോർ ഡിപ്രഷനും ആങ്സൈറ്റിയും പോലും പലപ്പോഴും ജീവിത പ്രശ്നമായിട്ടാണല്ലോ കണക്കാക്കുന്നത്. ഫാമിലി കോൺഫ്ലിക്ട്സ് ഒരുപാട് ഇതിനെ ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവ്സിലൂടെ വേണം നമ്മളിതിനെ തിരിച്ചറിയാൻ. സർ, നമ്മുടെ മാനസികാരോഗ്യത്തെ വളരെ ഗൗരവമായി ബാധിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നൊരു കാലഘട്ടമായിരുന്നു കോവിഡ് മഹാമാരി സംഭവം. അപ്പം കോവിഡിന് മുൻപും ശേഷവും എന്ന രീതിയിൽ മാനസികാരോഗ്യത്തിൽ വ്യക്തമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ കോവിഡ് അനന്തരം ഒരു പോസ്റ്റ് കോവിഡ് എറയിൽ സമൂഹത്തിന് മാനസികാരോഗ്യ രംഗത്തോട് അല്ലെങ്കിൽ മാനസിക രോഗ ചികിത്സയോട് എന്തെങ്കിലും സമീപനത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്? ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു വേണമെങ്കിൽ ഒരു 2 ഭാഗമായിട്ട് തിരിക്കാം. അത് എല്ലാ മേഖലയിലും വേണമെങ്കിൽ നമുക്കങ്ങനെ കാണാം, ഒരു പ്രീ കോവിഡ് പോസ്റ്റ് കോവിഡ് എന്നുള്ള രീതിയിൽ. ശരിക്കും ഞാനിതിനെ 2 രീതിയിൽ കാണാൻ ശ്രമിക്കുകയാണ്. ഒന്ന്, വേണമെങ്കിൽ നമുക്ക് കോവിഡ് ഒരു പ്രോബ്ലമാറ്റിക് എന്നുള്ള രീതിയിൽ മാത്രം എടുക്കാം, ആ ഒരു ഡെഫിസിറ്റ് ലെൻസ് എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്ക് നമുക്ക് കാണാം. പക്ഷെ അതിനപ്പുറത്ത് കോവിഡ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റിയും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് എല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പം ഈ മാനസികാരോഗ്യ മേഖലയിലും അതിൻ്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു സാധനമുണ്ട്. കാരണം ഇപ്പം നേരത്തെ പറയണ്ടായി ടെലി മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ശരിക്കും പറഞ്ഞാൽ കോവിഡിൻ്റെ സമയം മുതലാണ് ശരിക്കും നമ്മൾ അങ്ങനെ ഒരു ടെലി മെൻ്റൽ ഹെൽത്ത് എന്നുള്ളൊരു കൺസെപ്റ്റിന് ഇത്ര ഒരു പ്രചാരം കിട്ടുന്ന രീതിയിലേക്ക് വന്നത്. അത് ശരിക്കും ഒരു പോസിറ്റീവാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ചില മൈനസുകൾ അപ്പുറത്ത് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു നേരത്തെ പറഞ്ഞ നമ്മളുടെ ഒരു മാനസികാരോഗ്യമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റുകളൊന്നാണ് റെസിലിയൻ്റ് ആവുക എന്നുള്ളത്. ശരിക്കും ഈ റെസിലിയൻസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള
ഒരു ഇത്തരത്തിലുള്ള കോവിഡ് പോലെയുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രോമ പോലെയുള്ള ക്രൈസിസ് പോലെയുള്ള സിറ്റുവേഷനോട് നമ്മൾ അതിൽ നിന്ന് ലേൺ ചെയ്യുന്ന ഒരു ലേണിങ്ങും ഈ റെസിലിയൻസിൻ്റെ ഒരു പാർട്ടായിട്ട് വേണമെങ്കിൽ കാണാം. പല തിയറികളും പല രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലും എക്സ്പീരിയൻസും നമുക്ക് റെസിലിയൻ്റ് ആവാനുള്ള ഒരു ഘടകമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കോവിഡ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എക്സ്പീരിയൻസ് തന്നിട്ടുള്ളൊരു സാഹചര്യമാണ്. പക്ഷേ നേരത്തെ ഡിജിറ്റൽ കണക്റ്റൻസ് പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു ഐസൊലേഷൻ എന്നുള്ളൊരു ആസ്പെക്റ്റും നമ്മൾ ലോക്ക്ഡൗൺ എന്നുള്ള രീതിയിൽ നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അതിനെ മറികടക്കാൻ ഡിജിറ്റൽ രീതിയിൽ നമ്മൾ സോഷ്യലി കണക്റ്റഡ് ആയി. പക്ഷേ അതിൻ്റെ ഒരു മറുവശം ഇപ്പം നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അതൊരു പോസിറ്റീവായിരുന്നു. പക്ഷേ ഇപ്പം ഡിജിറ്റൽ അഡിക്ഷൻ എന്നുള്ള ഒരു രീതിയിൽ ഫോൺ യൂസേജും അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ഓൺലൈൻ മേഖലേൻ്റെ യൂസേജും നമ്മളെ നെഗറ്റീവായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു പ്രൊഡക്ടിവിറ്റി ആസ്പെക്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ടെക്നോളജി ആസ്പെക്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോവിഡ് ഒരു വലിയ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മെൻ്റൽ ഹെൽത്തുമായിട്ട് ഈ ഒരു സൈഡ് മാറ്റിവെച്ചാൽ മറ്റു പല മേഖലയിലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ പോസിറ്റീവായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പലരും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. മാനസിക പ്രശ്നം എന്ന് പറയുന്നത് പുറത്ത് പറയാൻ പറ്റാത്തതിൽ നിന്ന് പറയാൻ പറ്റുന്നതാണ് എന്നൊരു രീതിയിലേക്ക് സമൂഹം മാറി ചിന്തിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ നമ്മളൊരു ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റവും നോക്കാം. ഇപ്പം എല്ലാ ആളുകളും ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നമ്മൾ പലപ്പോഴും ട്രിപ്പുകൾ എന്നുവെച്ചാൽ അതിൻ്റെ ഒരു നമ്പർ ഓഫ് ഇത് നോക്കിയാൽ പണ്ടൊരു ചെറിയൊരു വിഭാഗം മാത്രമേ അത്തരം എൻജോയ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെയുള്ള യാത്രകളെയും കാര്യങ്ങളെയും കാണും. പക്ഷേ ഇപ്പം മോസ്റ്റ് ഓഫ് ദ ഫാമിലീസും അല്ലെ പേഴ്സൺസും ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെയൊരു യാത്ര പോകുക എന്നുള്ള രീതിയിലേക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഒരു പക്ഷേ അതൊരു പേടിയുമായിരിക്കാം. മീൻസ് ഇനിയൊരു കോവിഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാളുണ്ടാക്കി വെച്ചതൊന്നും നമുക്ക് അനുഭവിക്കാനുള്ള ഓപ്ഷൻ അങ്ങനെയുള്ളൊരു ഷിഫ്റ്റും ആയിരിക്കാം. പക്ഷേ എന്നാൽ പോലും അത്തരത്തിൽ ഒരുപാട് പോസിറ്റിവിറ്റീസ് നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതും കാണാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ നെഗറ്റിവിറ്റി ഉണ്ട്. നേരത്തെ പറഞ്ഞ സൂയിസൈഡ് പോലെയുള്ള അഡിക്ഷൻ പോലെയുള്ള ഈവൻ ഡ്രഗ്സ്, സബ്സ്റ്റൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റും നമുക്കിപ്പം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളവിടെ ഒരു ഫോക്കസ്, മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോക്കസ്, ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കേണ്ടതുണ്ടോ എന്ന് തോന്നുന്നു. നമ്മളൊരു സിംറ്റംസ്, പ്രോബ്ലംസ് എന്നുള്ളതിനപ്പുറത്ത് ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ ഈ പറയുന്ന റെസിലിയൻസും അല്ലെങ്കിൽ ഇമോഷണൽ റെഗുലേഷൻ സ്കില്ലും അല്ലെങ്കിൽ സോഷ്യൽ സ്കിൽസും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലടക്കം സോഷ്യലി കമ്മ്യൂണിറ്റി ലെവലിലുള്ള ഒരു സിസ്റ്റത്തിലടക്കം ചേഞ്ചസ് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പോളിസി ഷിഫ്റ്റ് ഉണ്ടാക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചിന്തിക്കേണ്ട ഒരു ഗൗരവകരമായിട്ടുള്ള ഒരു സമയം കൂടിയാണിത് എന്നാണ് തോന്നിയിട്ടുള്ളത്. താങ്ക് യു സർ. നിമി മാമിലേക്ക് തിരിച്ചു വരുമ്പോൾ, ഒരു വ്യക്തി നേരിടുന്ന എല്ലാ തരത്തിലുള്ള സമ്മർദ്ദവും, ഇപ്പം ജോലിയാണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടുള്ളതാണെങ്കിലും കുടുംബപരമായും സാമ്പത്തികപരമായും ഒക്കെ, ഇതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നത് അവസാനം കുടുംബത്തിലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കുടുംബം ശരിക്കും ഒരു പിന്തുണയ്ക്കുന്ന സംവിധാനമാണോ അല്ലെങ്കിൽ ഒരു അധിക സമ്മർദ്ദത്തിൻ്റെ ഉറവിടമായി മാറിക്കൊണ്ടിരിക്കുകയാണോ? ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യം രൂപപ്പെടുന്നതിൽ ഫാമിലിയും സൊസൈറ്റിയും എത്രത്തോളം പങ്കുവഹിക്കുന്നുണ്ട്? ഓക്കെ, അതിൽ പറഞ്ഞ പോലെ രണ്ട് രീതിയിലും അത് ബാധിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഫാമിലി, പ്രത്യേകിച്ച് നമ്മുടെ ഒരു കൾച്ചറിൽ നമ്മൾ ഫാമിലീന് കൊടുക്കുന്ന വാല്യൂ ചെറുതല്ല. അതുകൊണ്ട് തന്നെയും ഫാമിലി എപ്പോഴും ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കാറ്. അതായത് ഒരു പക്ഷേ ഒരു കൗമാരപ്രായക്കാരനോ കൗമാരപ്രായക്കാരിയോ അല്ലെങ്കിൽ ഒരു മകനോ മകളോ ഒന്ന് ഡള്ളാവുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മൂഡിൽ ചെറിയ ചേഞ്ചസ് വരുമ്പോൾ അല്ലെങ്കിൽ ഇനിയിപ്പോൾ പാർട്ട്ണർക്ക്, സ്പൗസിന്, നമുക്ക് പലപ്പോഴും ഫാമിലി മെമ്പേഴ്സാണ് അത് ആദ്യം ഒബ്സർവ് ചെയ്യുന്ന ആൾ. ഒബ്സർവ് ചെയ്യുന്നു, ചിലപ്പോൾ അത് അവരോട് ആ ഫീഡ്ബാക്ക് കൊടുക്കുന്നു, ചിലപ്പോൾ അത് അവർ എടുക്കാൻ റെഡി ആവണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും അവരെങ്ങനെയും കോക്സ് ചെയ്ത് ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അതൊരു പ്രോസസ്സാണ്. ആരും പകുതിയിൽ ഏറെ ആൾക്കാരും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വരുന്നത് ഒരു ഫ്രീ വില്ലിൽ അല്ല, പലരെയും കൊണ്ടുവരണതാണ് ഇപ്പോഴും. അത് മിക്കപ്പോഴും അച്ഛനോ അമ്മയോ പാർട്ട്ണറോ അല്ലെങ്കിൽ അച്ഛനമ്മമാരേനെ മക്കളും കൊണ്ടുവരണ ഒരു കാലഘട്ടം. കാരണം ഓൾഡ് ഏജ് പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മാനസിക ബുദ്ധിമുട്ടുകളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എപ്പോഴും ഫാമിലി എന്ന് പറയുന്നത് ഒരു വലിയൊരു പില്ലർ ഓഫ് സപ്പോർട്ട് തന്നെയാണ് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം. അത് ഞാൻ പറഞ്ഞ പോലെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തിക്കാൻ, കൃത്യമായി ഇപ്പോൾ ഒരു മരുന്ന് വേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ ഒരു ഡ്രഗ് കംപ്ലയിൻസ് എൻഷുവർ ചെയ്യാൻ. അങ്ങനെ എൻഷുവർ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ
റിലാപ്സ് കുറയും. ഇപ്പോൾ ഒരു മാനസിക ഒരു മെൻ്റൽ ഡിസോർഡർ കൂടെ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ ഇത്തരം മാനസിക രോഗങ്ങളെല്ലാം വീണ്ടും വരാനുള്ള എപ്പിസോഡിക്കലായിട്ടുള്ള ഇൽനെസ്സുകളുണ്ട്. അത് വീണ്ടും വരാതിരിക്കാനുള്ള ഒരു വലിയൊരു കാര്യമാണ്. അതേപോലെ തന്നെ ആ ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമാക്കണു എന്ന് ഉറപ്പുവരുത്താനും ഫാമിലി എപ്പോഴും സഹായിക്കുന്ന ഒരു ഘടകമാണ്. പിന്നെ ഒപ്പം തന്നെ ഒരാൾ ഡള്ളാവുമ്പോൾ അവരെന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം മാത്രമല്ല, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ, എമോഷണലി മോറലി എല്ലാം കുടുംബം തന്നെയാണ് എപ്പോഴും പ്രൈമറി സോഴ്സ് ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത്. പക്ഷേ ആരോ പറഞ്ഞ പോലെ ചില സമയത്ത് അത് ഇരുതല മൂർച്ചയുള്ള വാള് പോലെയും ആകാം. അപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ ചില കുടുംബങ്ങൾ, ഉദാഹരണത്തിന് വളരെ ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള പാരൻസ്, ഓവർ ഇൻവോൾവ് ആയിട്ടുള്ള പാരൻസ്, ഇപ്പോഴും 18 വയസ്സ് കഴിഞ്ഞാൽ അഡൾട്ടായി എന്ന് അംഗീകരിക്കാൻ സമ്മതിക്കാത്ത പാരൻസ്, അതെൻ്റെ കുട്ടിയാണ്, അതുകൊണ്ട് എന്തിനും ഏതിലും കയറി ഇടപെടുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രൈവസി അല്ലെങ്കിൽ ഫ്രീഡം എന്നുള്ളതെല്ലാം കുറഞ്ഞു വരുമ്പോഴുണ്ടാകണ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ. അതുപോലെ തന്നെ ചില വീടുകളിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, എപ്പോഴും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന, ക്രിട്ടിസൈസ് ചെയ്യുന്ന, ഹൊസ്റ്റൈൽ ആറ്റിറ്റ്യൂഡ് വയ്ക്കുന്ന, അപ്പോൾ ഇതെല്ലാം വളരെ നെഗറ്റീവായിട്ടും ഒരാളുടെ മാനസികാവസ്ഥയെ ബാധിക്കുക. അപ്പോൾ പ്രത്യേകിച്ചൊരു അസുഖമുള്ളൊരു ഡിപ്രഷനോ അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ പോലെയുള്ള കുറച്ച് മുന്തിയ സൈക്യാട്രിക് അസുഖങ്ങളുള്ള ആൾക്കാർക്ക് അസുഖം മാറാതിരിക്കാനും അല്ലെങ്കിൽ അതെപ്പോഴും കൂടുതൽ എന്നാൽ അവസ്ഥയിലേക്ക് നിലനിർത്താനും ഒരു പക്ഷേ ഈ ഒരു അവസ്ഥയും ബാധിച്ചേക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് സൊസൈറ്റിയുടെ കാര്യങ്ങൾ. സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ചെന്നാലും നമ്മളുടെ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും സൊസൈറ്റിയിൽ നിൽക്കുന്ന നമ്മളുടെ ഈ പറഞ്ഞ മെൻ്റൽ ഹെൽത്ത് സർവീസുകളൊന്നും എത്താത്ത പലയിടങ്ങളും, ഭൂരിഭാഗം സ്ഥലങ്ങളും എത്താത്ത സ്ഥലങ്ങളാണ്. ട്രൈബൽ ആദിവാസികളുടെ ഇടയിൽ, ദളിത്സിൻ്റെ ഇടയിൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജായി കിടക്കുന്ന ആൾക്കാരിൽ ഒന്നിലും, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ്, സെക്ഷൽ മൈനോറിറ്റി ഗ്രൂപ്പുകൾ, ഇതൊന്നും നമ്മൾ സംസാരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അവരെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ ഇവർക്കൊന്നും ഇവരുടെയൊക്കെ ബുദ്ധിമുട്ട് അതാണ്, കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ടില്ല. പ്രത്യേകിച്ച് ഈ പറഞ്ഞ സെക്ഷൽ മൈനോറിറ്റി, ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു, അല്ലെങ്കിൽ ഒരു സെയിം സെക്സ് ഓറിയൻറ്റേഷൻ ആണെന്ന് പറയുമ്പോൾ വീട്ടുകാരുടനെ പടിയടച്ച് പിണ്ടം വെക്കുക എന്നുള്ളൊരു സ്ഥലത്ത്. അപ്പോൾ അവരൊക്കെ അനുഭവിക്കുന്ന ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളെന്ന് പറയുന്നത് ഈ മഹേഷ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഐസൊലേഷൻ, ലോൺലിനെസ്, പിന്നീട് വരുന്നത് ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ടായാൽ വളരെ നല്ലതാണ്. ഇപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കുറേ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്, എസ്പെഷ്യലി ഞാൻ ട്രാൻസ്ജെൻഡേഴ്സിനെ പറ്റി സംസാരിക്കുന്നത്, കുറേ അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ഓൺലൈനായിട്ടുള്ള കമ്മ്യൂണിറ്റികളും അല്ലാതെയുള്ള കമ്മ്യൂണിറ്റികൾ. അപ്പോൾ അത് അവർക്കൊരു വലിയൊരു സപ്പോർട്ടാണ്. അവർക്ക് വേണ്ടി സംസാരിക്കാനും അവർക്ക് വേണ്ടി അവരുടെ റൈറ്റ്സിനെ പറ്റി സംസാരിക്കാനും അല്ലെങ്കിൽ പോളിസി മേക്കേഴ്സിൻ്റെ ലെവലിൽ പല കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ അങ്ങനെയുള്ള ചില ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ കൂടിയിട്ടുള്ള ചില കമ്മ്യൂണിറ്റികൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. താങ്ക് യു മാം. സാറിൻ്റെ അടുത്താണ് വീണ്ടും ക്വസ്റ്റ്യൻ. സാർ, സമ്മർദ്ദങ്ങളും മാനസിക ബുദ്ധിമുട്ടും പലപ്പോഴും ആളുകളെ ലഹരിയിലേക്കും അതിക്രമങ്ങളിലേക്കും നയിക്കാറുണ്ട്. ലഹരി, അതിക്രമം, മാനസികാരോഗ്യം, ഇവ തമ്മിൽ എത്രത്തോളം പരസ്പരം പൂരിതമായിട്ട് നിൽക്കുന്നു? ഇതിൽ ലഹരി അല്ലെങ്കിൽ വയലൻസ് എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ബയോസൈക്കോ സോഷ്യൽ ആസ്പെക്റ്റിൽ നിന്നിട്ട് ഒരു ബയോളജിക്കലായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്, അതുപോലെ തന്നെ സൈക്കോ സോഷ്യലായിട്ടുള്ള ആസ്പെക്റ്റുകളുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ബയോളജിക്കലി പറയുകയാണെങ്കിൽ നിങ്ങൾ പലപ്പോഴും നമ്മൾ ഇവിടെ എനിക്ക് തോന്നുന്നു കോഴിക്കോടുള്ള ആ ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്, അഗ്രഷനുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾ തമ്മിലുണ്ടായിട്ടുള്ളൊരു കഴിഞ്ഞ ഈ സമയത്ത് ഒരു കൊലപാതകം നടക്കുന്ന ഒരു സാഹചര്യം. ആ സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഡിസ്കഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അഗ്രഷൻ എന്നുള്ളതിൻ്റെ ഒരു ബയോസൈക്കോ സോഷ്യൽ ആസ്പെക്ട് നിന്നുകൊണ്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ബയോളജിക്കലി പറയുകയാണെങ്കിൽ നമ്മളുടെ ഒരു റിവാർഡ് സിസ്റ്റമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള, ബ്രെയിനിലുള്ള ഒരു റിവാർഡ് സിസ്റ്റമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാറുള്ളത്. ഒരുപക്ഷെ ബയോളജിക്കൽ എന്നതിൻ്റെ ഒപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റാണ് ഈ നമ്മുടെ സൈക്കോളജിക്കലും സോഷ്യലും ആയിട്ടുള്ള ആസ്പെക്റ്റ് കാണേണ്ടത്. ഇപ്പം നിങ്ങൾ അഡിക്ഷൻ എന്നുള്ള ഒരു ആസ്പെക്ട്, ഇപ്പോൾ ലഹരി എന്നുള്ളൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ ഈ ലഹരിയുടെ വ്യാപനം എന്നുള്ളതിൽ ഒരുപാട് സോഷ്യൽ കോമ്പോണൻസ് ഉണ്ട്. ഒരുപക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ കുറച്ചുകൂടി അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ, ഞങ്ങൾ കണ്ണൂർ അങ്ങോട്ടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ മദ്യം അല്ലെങ്കിൽ ആൽക്കഹോൾ എന്നൊക്കെ പറയുന്ന സാധനം പലപ്പോഴും ഒരു റിലീജിയൻ്റെ കണക്റ്റഡ് ആയിട്ടടക്കം വരുന്ന സാഹചര്യം കാണാറുണ്ട്. ഇപ്പം ഞാനൊരു റിലീജിയസ് ഇതായിട്ട് പറയല്ല, ഇപ്പം നമ്മളിപ്പം മുത്തപ്പൻ എന്ന് പറയുന്ന ഇത് കെട്ടിയാടുമ്പം അവിടെ പ്രസാദമായിട്ട് കൊടുക്കുന്നത് ഈ
ഇതാണ് കള്ള് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. ഓക്കെ, എന്നുവെച്ചാൽ പലപ്പോഴും അതിപ്പോൾ ക്രിസ്ത്യൻ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വൈൻ എന്ന് പറയുന്ന എന്നുവെച്ചാൽ അതിൻ്റെ ലെവൽ കുറവ് എന്നേ ഉള്ളൂ, പക്ഷേ നമ്മൾ ആ ലഹരിയുടെ ഒരു കണ്ടൻറ്റ് ചേർന്ന സാധനം തന്നെയാണ്. പലപ്പോഴും അതൊരു റിലീജിയൻ്റെ ആസ്പെക്റ്റിൽ അതൊരു ശരിയായ സാധനമായിട്ട് ഒരു മൊറലി ഓക്കെ ആണ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊടുക്കുന്നത് വളരെ ചെറിയ കുട്ടികളടക്കം മോഡൽ ചെയ്യപ്പെടുന്ന ഇതാണ്. ഈവൻ നമ്മൾ ഫാമിലിയിലും ചില ഫാമിലിയിൽ പാരൻസും കുട്ടികളും ഒക്കെ ഒരുമിച്ചിരുന്ന് ഈ ലഹരി ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മോഡൽ നമ്മൾ തന്നെ അറിഞ്ഞോ അറിയാതെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു അതെന്ന് വെച്ചാൽ ഫാമിലി സോഷ്യൽ ആസ്പെക്റ്റിൽ ഇതൊരു വലിയ ഘടകമാണ്. പിന്നെ ഒരു അവൈലബിലിറ്റി എന്ന് ഇപ്പം ഞാൻ കണ്ണൂർ തലശ്ശേരിയാണ്, ഞങ്ങൾ തൊട്ടടുത്താണ് മാഹി. അപ്പോൾ ഞങ്ങൾക്ക് തലശ്ശേരി പോയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പം വരണ്ട വഴി എന്ന് പറയുന്നത് ഈ മാഹിയാണ്. ഒരുപക്ഷെ ഹോട്ടലുകളെക്കാളും കൂടുതൽ നമ്പർ ഓഫ് ബാറുകളുള്ളൊരു സ്പേസാണ്. വെച്ചാൽ അവൈലബിലിറ്റി അത്രയും ഉള്ള ഒരു സ്പേസാണ്. അപ്പം ഇത് ഈ പറയുന്ന ലഹരിയിലേക്ക് ലീഡ് ചെയ്യുന്ന കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒപ്പം നേരത്തെ പറഞ്ഞ ബയോളജിക്കലായിട്ടുള്ള ഒരു പക്ഷേ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ, ജനറ്റിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ ഇത്തരം സോഷ്യൽ സെറ്റിങ്സ് കൂടി വരുന്നതോടുകൂടി കുട്ടികളിലെ ആളുകൾ ഇത്തരത്തിലുള്ള ലഹരിയിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുന്നു എന്നുള്ളതാണ്. മറ്റൊരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ പോളിസിയിൽ ഇപ്പം നമുക്ക് അറിയാം, നമ്മൾ കേരളത്തിൽ ഒരുപാട് ക്യാമ്പയിൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ക്യാമ്പയിൻ നമ്മൾ ചെയ്ത കണക്കിനാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഇന്ന് അതിൽ നിന്നൊക്കെ മുക്തമാകേണ്ട സമയമായി. പക്ഷേ ഇപ്പോഴും നമുക്ക് ഈ പ്രശ്നം കൂടിക്കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം നമ്മൾ അത്തരം ഒരു ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ മാത്രം ഇതിൽ വർക്ക് ചെയ്താൽ ഇതിന് തടയാൻ അല്ലെങ്കിൽ ഇതിനെ കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് പറ്റുമോ എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്ന് തോന്നും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മൾട്ടി ലെവലിലുള്ള ഇൻ്റർവെൻഷൻ ഇതിൽ അത്യാവശ്യമായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഒരു സോഷ്യലായിട്ടും സൈക്കോളജിക്കലായിട്ടും അതുപോലെ തന്നെ ഈ ഡി അഡിക്ഷൻ്റെ സെൻറ്റേഴ്സ് അടക്കം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഗവൺമെൻറ് മേഖലയിൽ ഈ വിമുക്തിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത്രത്തോളം അത് എഫക്റ്റീവായിട്ട് നമുക്ക് ഇൻ്റർവ്യൂൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതടക്കം ചിന്തിക്കേണ്ട ഒരു രീതി ഉണ്ട് എന്നുള്ളതാണ്. സ്ട്രെസ്സും കാര്യങ്ങളും പൊതുവേ നമ്മളിപ്പം ക്ലിനിക്കലാണെങ്കിലും കാണുന്ന ഒരു സാധനം പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ കൂടിയാണ്. ഇത്തരം ലഹരി എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെസ്സ് മാറും എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ സ്ട്രെസ്സ് മാറുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇപ്പം പേഷ്യൻറ്റിനോട് ചോദിക്കുന്നൊരു എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ലഹരി എടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്നുള്ള ഒരുപക്ഷെ നിങ്ങളെ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് ആ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ തടയപ്പെടുന്നു എന്നുള്ളതാണ്. ആ ലഹരിയുടെ ഒരു ഇമ്പാക്റ്റ് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി വീണ്ടും നോർമൽ ആ സ്ട്രെസ്സ് എക്സ്പീരിയൻസ് ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും ഇത് പൊതുജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ട് മാറുന്നു എന്നുള്ളത്. ആദ്യം ഒരു എക്സ്പെരിമെൻ്റ് ആയിരിക്കാം, പക്ഷേ പിന്നീട് അത് ഗ്രാജ്വലി അതിന് അഡിക്റ്റഡ് ആയിട്ട് പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഒരുപക്ഷെ നമ്മൾ ഒരു കേരള കോണ്ടെക്സ്റ്റിൽ നേരത്തെ പറഞ്ഞ കേരളത്തിൻ്റെ ഒരുപാട് മേഖലയിൽ നമ്പർ 1കളാണ് നമ്മൾ. പക്ഷേ ഈ ഒരു മേഖല നമ്മൾ പലപ്പോഴും അവഗണിക്കപ്പെടുകയോ അല്ല വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. ഒരുപക്ഷെ ഇതിനെ മറികടക്കുന്ന രീതിയിൽ നമ്മുടെ പോളിസിയും ഇൻ്റർവെൻഷൻസും അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ ആസ്പെക്ട് നിന്നുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള ഏറ്റവും ആപ്റ്റായിട്ടുള്ള രീതിയിൽ ഇൻ്റർവ്യൂൻ ചെയ്യാൻ പറ്റുന്ന പോളിസി ചേഞ്ചസ് ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. സർ, അക്രമങ്ങളുടെ മനഃശാസ്ത്രം ഇതിനോട് കൂട്ടി വായിക്കുമ്പോൾ എങ്ങനെയായിട്ട്? ആക്രമണങ്ങളിലും അതിൽ നേരത്തെ പറഞ്ഞ സോഷ്യൽ ആസ്പെക്ട് ബയോളജിക്കൽ സാധനം ഞാൻ ഷുവർ അതവിടെ കിടക്കുന്നുണ്ട്. ഈ സോഷ്യൽ ആസ്പെക്റ്റ് ഈ ഒരു ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് കൂടി കണക്ട് ചെയ്യേണ്ടതുണ്ട് തോന്നുന്നു. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് സോഷ്യൽ ചേഞ്ചസ് നമുക്ക് നോക്കാം. ഇതിൽ നമ്മുടെ ഒരു ലൈഫിൻ്റെ സ്പീഡ് എങ്ങനെയാണെന്നുള്ളതൊന്ന് ആലോചിച്ചു. നമ്മളൊരു മുന്നേ ഒരു കോവിഡിന് മുന്നേ അല്ലെ അതിനൊരു 10-15 ഞാനും നിങ്ങളൊക്കെ ഒരു അഡോളസെൻറ്റിൽ നിൽക്കുന്ന സമയത്തുള്ള ഒരു ലൈഫ് ചേഞ്ചസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പീഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്ലോ ആണ്. ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ലാൻഡ് ഫോൺ യൂസ് ചെയ്ത ആളുകളാണ്. നമ്മൾ അന്ന് ലാൻഡ് ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അയൽവക്കത്ത് എവിടെയെങ്കിലാണ് ഒരു ഫോൺ ഉണ്ടാവുക. ആ വീട്ടിൽ വിളിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് വന്നിട്ട് നമ്മളെ വീട്ടിൽ പറയണം ഇന്നയാൾ ഫോൺ വിളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നയാൾക്ക് ഒരു കോൾ ഉണ്ട്. നമ്മൾ അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യും. മറ്റേ ആൾ ഈ സമയം കൊണ്ട് തിരിച്ച് വിളിക്കുന്നത് വരെ വെയിറ്റ് ചെയ്ത് എന്നിട്ട് വിളിച്ച് നമ്മൾ കോൾ അറ്റൻഡ് ചെയ്ത് കാര്യം മനസ്സിലാക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലൈഫ് ചേഞ്ചസിൻ്റെ ഒരു സ്പീഡുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യും. ഇപ്പം നമ്മളൊരു കോൾ വിളിക്കുന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കും. നിങ്ങൾ നമ്മൾ മൊബൈലെടുത്ത് ഒരാളെ വിളിക്കുമ്പം കുറച്ച് ബിസിയാണെന്ന് തോന്നുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ എത്ര തവണ വീണ്ടും ചിലപ്പോൾ ഒരു 1 മിനിറ്റിൻ്റെ താഴെ ടൈം ഉണ്ടാവും. പക്ഷെ നമ്മളൊരു 4, 5, 10 തവണ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, വിളിച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് അത്രയും പേഷ്യൻസ്
ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇമ്പൾസിവിറ്റി കുറച്ചുകൂടി കൂടുന്നു എന്നുള്ളതാണ്. അത് ഫോണിൻ്റെ എന്നുള്ളതല്ല, ലൈഫിൽ എല്ലാ കാര്യത്തിലും ഈ ഒരു സ്പീഡ്. മൂവി, പണ്ട് നമ്മളൊരു മൂവി കാണാൻ തിയേറ്ററിൽ പോയി കാണണമെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ ലോങ് ക്യൂ ആയിരിക്കും. ടിക്കറ്റ് എടുക്കാൻ മുന്നിലത്തേക്ക് എത്തുമ്പോഴേക്കും ടിക്കറ്റ് തീർന്നിട്ടുണ്ടാവും. അടുത്ത ദിവസത്തേക്ക് അല്ലെങ്കിൽ അടുത്ത ഷോന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. നമുക്ക് വെയിറ്റ് ചെയ്യാൻ കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മളെ ലൈഫ് സ്റ്റൈൽ തന്നെ നമുക്ക് അത്തരം ഒരു പേഷ്യൻസ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴോ വിത്തിൻ സെക്കൻഡ് നിങ്ങൾക്ക് മൂവി നിങ്ങളുടെ ഓൺ സ്പേസിൽ കാണാം, അല്ലേ? അത്രയും സ്പീഡിലുള്ള, നമ്മൾ പറയില്ല, നമ്മളൊക്കെ മുൻ തലമുറകളൊക്കെ 2G 3G ജീവിച്ചതെങ്കിൽ ഇപ്പോഴത്തെ തലമുറ 5G 6G കുറിച്ച് അതെന്ന് അത്രയും സ്പീഡിലാണ് അവരുടെ ആ ചേഞ്ചസ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഷുവർ ഈ ആക്രമവും ഈ പറയുന്ന ഇംപേഷ്യൻസ് അല്ലെങ്കിൽ ഇമ്പൾസിവിറ്റി എന്ന് പറയുന്ന സാധനവും ഘടകമാണ്. അത് സമൂഹത്തിൽ ഒരു വിഭാഗത്തിന് മാത്രമല്ല, ഈവൻ പോസ്റ്റ് കോവിഡ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ സാമൂഹ്യ സെറ്റിങ്സിലും ഇത് കാണാം. അത് ഈവൻ ഒരു ട്രെയിൻ യാത്രേൻ്റെ ഇടയിൽ, ഞാൻ മിക്കവാറും ഈ തൃശ്ശൂർ വർക്ക് ചെയ്യുമ്പോൾ സ്ഥിരം നാട്ടിലേക്കുള്ള ട്രെയിൻ, മിക്കവാറും ഒരു യാത്രയിൽ ഒരു ഇഷ്യൂ എങ്കിലും ഉണ്ടാവും. ഒന്നുകിൽ ചിലപ്പം ഈ നിൽക്കുന്ന സമയത്തോ സീറ്റിന് വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ചെറിയൊരു ഡിസ്ട്രസ് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഇമ്പൾസീവായിട്ട് ആക്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം. ശരിക്കും നമ്മളുടെ അതേ ഒരു മോഡലാണ്, ചെറിയ മോഡലാണ് നമ്മളെ യങ്സ്റ്റേഴ്സ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സാമൂഹികമായിട്ടുള്ള ഈ മാറ്റം എല്ലാ വിഭാഗത്തിനെയും സ്വാധീനിച്ചിന്. പ്ലസ് ഈ പറയുന്ന ഡ്രഗ്സ്, സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആൽക്കഹോൾ, നമുക്കറിയില്ല എന്ത് ഡ്രഗ്സാണ്. ഇപ്പോൾ ആൽക്കഹോൾ ആയിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്മെല്ലും അല്ലെങ്കിൽ മറ്റ് സിംറ്റംസും കാണും, നമുക്കൊരു ബിഹേവിയർ ഇത് കാണും. ഇപ്പം നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും പറയണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം, കാരണം മനസ്സിലാക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. പ്ലസ് നേരത്തെ നിമി പറഞ്ഞ പാരൻറ്റിങ് ഒരു വലിയ ഘടകമാണ്. ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എല്ലാം സാധിപ്പിച്ച് കൊടുക്കുന്ന ഒരു പാരൻറ്റിങ് ആണ് നമുക്ക് ഉള്ളത്. എന്നുവെച്ചാൽ നീഡ് പെട്ടെന്ന് തന്നെ സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു അഡൾട്ട് ആവുമ്പം അല്ലെങ്കിൽ ഒരു യങ്സ്റ്റേഴ്സ് പൊതുവേ അഡോളസെൻറ്റിൽ എത്തുമ്പം ഈ ഇമ്പൾസിവിറ്റി കുറച്ച് കൂടും. ഡെവലപ്മെൻ്റലി തന്നെ ആ ഇമ്പൾസിവിറ്റി ഉണ്ടാകുന്ന ഒരു പ്രായമാണ്. കാരണം അതൊരു ബയോളജിക്കൽ മെക്കാനിസം കൂടിയാണ്. അവരുടെ ഒരു പ്രിഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഏരിയ ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഒരു 25 to 28 ഇയേഴ്സ് ആകുമ്പോഴേ നമ്മൾ ഈ ചിന്തിച്ച് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രായത്തിൽ ആ മെച്യൂരിറ്റി എത്തുന്നുള്ളൂ. അപ്പോൾ പൊതുവേ അഡോളസെൻ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇമ്പൾസീവായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സമയമാണ്. പ്ലസ് നമ്മുടെ ഈ സോഷ്യൽ ചേഞ്ചസും ഈ പറയുന്ന ഡ്രഗ്സ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് ഈ അഗ്രഷനെ അല്ലെങ്കിൽ വയലൻസിനെ നമ്മൾ റീഡിഫൈൻ ചെയ്യേണ്ടതുണ്ട് എന്നതാണ്. അത്തരത്തിൽ ഇൻ്റർവെൻഷൻ കൊടുത്താൽ മാത്രമേ നമുക്കിത് മാറ്റിയെടുക്കാനും പറ്റൂ എന്നുള്ളതാണ്. താങ്ക് യു സർ. വർഷ മാം കുട്ടികളുടെയും കൗമാരക്കാരുടെയും മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ നിരന്തരമായിട്ട് ഇത്തരം കുട്ടികളായിട്ട് ഇടപെടലുകൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമ്മളുടെ ഈ ഒരു ആധുനിക അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ യുഗത്തിൽ വളർന്നു വരുന്ന ജെൻസി കുട്ടികളിൽ അവരുടെ പെരുമാറ്റത്തിലും ബിഹേവിയറിലും കണ്ടുവരുന്ന പ്രധാന മാറ്റങ്ങൾ, അതേപോലെ എന്തെല്ലാം പ്രധാനപ്പെട്ട മാനസിക പ്രശ്നങ്ങളാണ് അവരെ ഏറ്റവും കൂടുതലായിട്ട് അലട്ടുന്നത്? നമുക്കൊരു ചൈൽഡ് ആൻഡ് അഡോളസെൻറ്റ് ഗൈഡൻസ് ക്ലിനിക്ക് ഉണ്ട് മെഡിക്കൽ കോളേജിൽ. അപ്പോൾ കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് ഓരോ തവണ ആത്മഹത്യാശ്രമമായിട്ട് ഒരു കൗമാരത്തിലെ പ്രായത്തിലുള്ള ഒരു കുട്ടിയോ അല്ലെങ്കിൽ ആരാണെങ്കിലും അഡ്മിഷൻ വരുമ്പോൾ നമുക്ക് കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ടാണ് പൊതുവെ ഡിസ്ചാർജിലേക്ക് പോവുക. അപ്പം കുട്ടികളെയും കൗമാരപ്രായത്തിലുള്ളവരെയും കാണുമ്പോൾ വളരെ കോമൺ ആയിട്ടൊരു ഇഷ്യൂ ആയിട്ട് ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിട്ട് സെൽഫ് ഹാം ശ്രമങ്ങൾ ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് കണ്ടു തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഇംഹാൻസുമായിട്ട് ചേർന്നിട്ട് ഒരു റിലേഷൻഷിപ്പ് ലിറ്ററസി മൊഡ്യൂൾ, അതായത് നിങ്ങളൊരു റിലേഷൻഷിപ്പിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ബേസിക് ലിറ്ററസി നിങ്ങൾക്കുണ്ടോ, ആ ഒരു മൊഡ്യൂള് ഈ കുട്ടികളുടെയും കൗമാരപ്രായത്തിലുള്ള ആളുകൾക്കും വേണ്ടിയിട്ട് ചെയ്യാനൊരു പ്രോജക്റ്റ് ഇട്ടു. അപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെയും കൗമാരക്കാരെയും കേൾക്കാൻ വേണ്ടിയിട്ട് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് വെച്ചു. കാര്യം ഇവരുടെ നീഡ് എന്താണെന്ന് അറിഞ്ഞിട്ട് മൊഡ്യൂൾ ഉണ്ടാക്കാൻ. അപ്പോഴാണ് യഥാർത്ഥ രസം തുടങ്ങിയത്. അപ്പോൾ ഇവരോട് സംസാരിക്കുമ്പം ഗേൾ ബോയ്സ് മിക്സഡ് ഗ്രൂപ്പാണല്ലോ. അപ്പോൾ മാം അത് വെറും ഒരു സിറ്റുവേഷൻഷിപ്പായിരുന്നു, അവൻ എന്നെ ട്രോമ ബോണ്ട് ചെയ്യായിരുന്നു, അത് ലവ് ബോംബിംഗ് ആയിരുന്നു, അത് വെറും എന്താ പറയുക ഒരു ടോക്സിക് റിലേഷൻഷിപ്പാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായത്, ഞങ്ങൾ ബെസ്റ്റീസ് മാത്രമായിരുന്നു, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവനെ ബെഞ്ച് ചെയ്ത് വെച്ചതാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല.
അപ്പോൾ ഈ വാക്കുകൾ ഇങ്ങനെ തുരുതുരാ വന്നു തുടങ്ങിയപ്പോൾ ഞങ്ങൾ അവസാനം ഈ റിലേഷൻഷിപ്പ് മൊഡ്യൂൾ ഉണ്ടാക്കാൻ ഇറങ്ങുന്നതിൻ്റെ മുന്നേ ജെൻസി റിലേഷൻഷിപ്പ് ഗ്ലോസറി ഉണ്ടാക്കി. ഈ ഗ്ലോസറിയിൽ 46 വേർഡുകൾ, ഞാനിപ്പോൾ ഈ പറഞ്ഞത് അതിലെ 10 വേർഡായിട്ടേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ടാണ് ആരോ വന്നിട്ട് എനിക്ക് മറിമായത്തിൻ്റെ ഒരു വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മക്കൾ ചോദിക്കും, എനിക്കൊരു 11th ഒരു 8th അപ്പോൾ അമ്മ അപ്പം ആരായി? അതേപോലെ ആ മറിമായത്തിലെ വീഡിയോസിൽ ഇത് ഫുള്ള് പറയുന്നുണ്ട്. അപ്പോൾ ജെൻസി ഭയങ്കര കുഴപ്പക്കാരൊന്നും അല്ല എന്നാണ് എൻ്റെ ഒരു ബേസിക് വാദം. പക്ഷെ അവരുടെ ബ്രെയിൻ വയർ ചെയ്തിരിക്കുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ്. കാര്യം അവരുടെ ജനനവും വളർച്ചയും അവരുടെ എക്സ്പോഷേഴ്സും ഒക്കെ ഡിഫറെൻ്റ് ആണല്ലോ. അപ്പം ഞാനൊക്കെ ആദ്യത്തെ ഒരു 7-8 കൊല്ലം എൻ്റെ കുട്ടികളെ പാരൻ്റ് ചെയ്യുക എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ അത് റിവേഴ്സ് പാരൻറ്റിങ് ആയി. അതായത് അവർ കാര്യങ്ങൾ പറയും, ഇത് കുറച്ചുകൂടി സെൻസ് ഉണ്ടല്ലോ ഞാൻ പറയുന്നതിനേക്കാൾ. അപ്പോൾ കുറേ കാര്യങ്ങൾ അവരുടെ അടുത്തുനിന്ന് പഠിക്കാനും മനസ്സിലാക്കാനും. അപ്പോൾ പിന്നെ വാലൻറ്റൈൻസ് ഡേ ഉൾപ്പെടെ കുട്ടികളുടെ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ, ഓരോ ഏജിലെ ഡിഫറൻസ്. എനിക്ക് തോന്നുന്നു എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ പാരൻറ്റിനോട് എന്തൊക്കെ പറയാൻ മടിച്ചിരുന്നോ അതിനേക്കാളും കുറച്ചുകൂടി കമ്മ്യൂണിക്കേറ്റീവാണ് കുട്ടികൾ. പക്ഷേ പ്രോബ്ലമായിട്ട് വരുമ്പോൾ പലപ്പോഴും ഇതൊരു പാരഡോക്സ് ആയിട്ടും കാണാറുണ്ട്. അതായത് ഒന്നുകിൽ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അതേപോലെ നമ്മുടെ ഈ സ്റ്റിഗ്മ ഒരു പ്രോബ്ലമായിട്ട് പറയുമ്പോൾ ഇവർക്ക് കാര്യങ്ങൾ കൂടുതൽ അറിയുന്നതും ചില സമയത്തൊരു പ്രശ്നമായിട്ട്. കാര്യം എന്തും ട്രോമ എന്നാണല്ലോ പറയുക. സ്ട്രെസ്സാണമ്മ, ട്രോമയാണ് എന്നൊക്കെയാണല്ലോ പറയുക. അപ്പോൾ അവരൊരു പക്ഷേ ഇപ്പം നിമിയോ സെക്കൻഡ് ചെയ്യുന്നുണ്ടാവും, അത് കൺസൾട്ടേഷന് വരുമ്പോൾ ഒരുമാതിരി സൈക്കോളജിക്കൽ വേർഡ്സൊക്കെ അവരുടെ അടുത്തുണ്ടാവും. ഇതുണ്ടോ, ഇതാണോ, ഇതിങ്ങനെയാണെങ്കിൽ ശരിയാവോ. അപ്പോൾ ഇവർ ഉപയോഗിക്കുന്ന നോളജ് വെബ് എന്ന് പറയുന്നത് കുറച്ചുകൂടി കൂടുതലാണല്ലോ. അപ്പം ജനറലി പറഞ്ഞാൽ ഡിജിറ്റൽ മീഡിയയുടെ ഡെവലപ്മെൻറ്റ് എനിക്ക് തോന്നുന്നു കുറേ ഇവരുടെ ബിഹേവിയറിനെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും നമ്മൾ അതിനെ സൈക്കോളജിയിൽ. അതായത് എനിക്കൊരു നല്ല ഫുഡ് വേണമെങ്കിൽ പണ്ട് ഞാൻ പൈസ ഉണ്ടാക്കി ഹോട്ടലിൽ പോയി ഓർഡർ ചെയ്ത് കഴിക്കേണ്ടിയിരുന്നിടത്ത് എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. 40 minutes away, 15 minutes away, 20 minutes away ആ സാധനമുണ്ട്. അപ്പോൾ ക്ഷമ കുറയും എന്നുള്ളത് ഒരു സ്വാഭാവികമായ ഔട്ട്കമാണല്ലോ. അതേപോലെ ചിന്തിച്ചിട്ട് പ്രോസ് ആൻഡ് കോൺസ് നോക്കിയിട്ട് ഡിസിഷൻ എടുക്കുന്നപ്പോൾ എനിക്ക് നിങ്ങളോടൊരു ദേഷ്യമുണ്ട് വിചാരിക്കാം, അത് ഇന്ന് പറയാൻ എനിക്ക് പറ്റിയില്ല, നാളെയാണ് ഞാൻ പറയേണ്ടതെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിലിട്ട് അതിൻ്റെ പ്രോസും കോൺസും നോക്കിയിട്ട് ഒരു പക്ഷേ ഞാൻ നാളെ നിങ്ങളോട് പറയുമ്പോൾ അത് വ്യത്യാസമാവുമല്ലോ. പക്ഷേ ഇതിപ്പോൾ എനിക്ക് പറയാൻ തോന്നിയാൽ ഞാൻ ടെക്സ്റ്റ് ചെയ്യുകയാണല്ലോ. പിന്നെ എൻക്രിപ്റ്റോൺ എന്ന് കണ്ടാൽ ഇത് ഞാനും അയാളും മാത്രമേ അറിയുള്ളൂ. പക്ഷേ എന്ത് ടൈപ്പ് ചെയ്താലും എന്ത് ടെക്സ്റ്റ് ചെയ്താലും എനിക്ക് തോന്നുന്നു അത് നമ്മളെ കുട്ടിയൊക്കെ അറിയാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ ചില നേരത്ത് അവർ മാം പറ്റിപ്പോയതാണെന്ന് വളരെ ജെന്വിനായിട്ട് മക്കൾ പറയാറുണ്ട്. സോ എനിക്ക് തോന്നുന്നത് ചേഞ്ച് വന്നിരിക്കുന്നത് ഒന്ന് സൊസൈറ്റിയിലും ടെക്നോളജിയിലും വന്ന ചേഞ്ചസ് നമ്മളെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. 2 റിയൽ ലൈഫ് സ്കിൽസ് പഠിച്ചെടുക്കാനുള്ള ഓപ്ഷൻസ് എനിക്ക് തോന്നുന്നു പണ്ടത്തെ അത്ര തന്നെ നമുക്കില്ലാതെ വരുന്നു. പിന്നെ ഈ അക്കാഡമിക്സിനും കോഴ്സുകൾക്കും പരീക്ഷയ്ക്കും റാങ്കിനും ഗ്രേഡ്സിനും കൊടുക്കുന്ന ഒരു ലെവല് വിട്ട എന്താ പറയുക ഇമ്പോർട്ടൻസ് അത് ഈ കുട്ടികളുടെ ഇൻക്ലൂഡിങ് ജനറേഷൻ ആൽഫ ആണെങ്കിലും അപ്കമിങ് ബീറ്റ ആണെങ്കിലും എല്ലാവരെയും അത് ബാധിക്കാൻ സാധ്യതയുണ്ട് തോന്നുന്നു. പിന്നെ അതേപോലെ ഇപ്പം ഞാൻ MDക്ക് പഠിച്ചിരുന്ന കാലത്ത് എന്നെ പഠിപ്പിച്ചിരുന്നത് 6 അഡിക്ഷൻസ് ആയിരുന്നു, മദ്യവും കനാബിസും ഉൾപ്പെടെ. ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന് ഇപ്പോൾ 16 എണ്ണം പഠിപ്പിക്കുന്നുണ്ട്. ഇതിൽ പെയിൻറ്റിൽ ഒഴിക്കുന്ന തിന്നർ പോലും ഉണ്ട് എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റ് കേസുകളായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. അന്ന് പെരുമാറ്റം അഡിക്ഷൻ ആകാമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നില്ല. പക്ഷേ അമിതമായി ഗെയിം ചെയ്യുന്ന കുട്ടികളെ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. ഗാമ്പിൾ ചെയ്യുന്നവരെ എന്തിനാ പറയുന്നത്, അമിതമായിട്ട് സെൽഫി എടുക്കുന്നത്, വിൻഡോ ഷോപ്പിംഗ് ചെയ്യുന്നത്, ബിഞ്ച് ഈറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ പെരുമാറ്റങ്ങൾ അഡിക്ഷൻ ആകാമെന്ന് നമ്മൾ ബുക്കിൽ ഇപ്പോൾ വരഞ്ഞ് പിള്ളേരെ കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓൺലി ചേഞ്ച് ഇസ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ജനറേഷൻ സിക്കും വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ മാം.
ഇനി നമുക്ക് പ്രേക്ഷകരുടെ ഊഴമാണ്. എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഞാൻ ആരും ചോദിക്കാത്തതുകൊണ്ട് ചോദിക്കാം. ഞാൻ 3 പേര് ഈ സംസാരം ഇങ്ങനെ കേൾക്കുമായിരുന്നു. ഞാൻ ടീച്ചറാണ് ഇവിടുത്തെ കെമിസ്ട്രിയിലെ. ഞാൻ നിങ്ങൾ എന്ത് സൊല്യൂഷനാണ് പറയുന്നതെന്നാണ് ഞാനിങ്ങനെ നോക്കുന്നത്. പ്രശ്നങ്ങൾ അല്ല, എന്താണ് നമുക്കുള്ള സൊല്യൂഷന്. പിന്നെ എനിക്കല്ലെങ്കിലും പഴയ കാലമായിട്ട് കമ്പയർ ചെയ്യുന്നത് എനിക്ക് വലിയ അഭിപ്രായം പണ്ടില്ല. പണ്ട് നന്നായിരുന്നു, ഇപ്പോൾ കുട്ടികൾ മോശമായിരുന്നു, അങ്ങനെയൊന്നും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ പ്രസൻ്റ്ലി നമുക്ക് എന്ത് സൊല്യൂഷനാണ് കുട്ടികൾക്ക് മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മാനസികാരോഗ്യം സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഒരു ഹെൽത്തി മൈൻഡ് ഡെവലപ്പ് ചെയ്യാൻ കുട്ടികൾക്ക് കൊടുക്കാവുന്ന എന്തെങ്കിലും ടിപ്പുകളുണ്ടോ? നമ്മൾ വ്യായാമമോ അങ്ങനെ എന്തെങ്കിലും ടിപ്പുകളുണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് കൊള്ളാം. എന്നാണ് എനിക്ക് ചോദിച്ചത്. സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ മാനസികാരോഗ്യം അല്ലെങ്കിൽ മനസ്സ്, നമ്മുടെ ഓരോരുത്തരുടെയും ചിന്ത അല്ലെങ്കിൽ ഇമോഷൻസ്, പെരുമാറ്റം, ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ ലിറ്ററസി ഇനിയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് സൊല്യൂഷൻ. പിന്നെ ഞങ്ങളിപ്പോൾ പറയും, ഞങ്ങളുടെ ഇടയിൽ ഒരു ടു ഡു ലിസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ പലപ്പോഴും. അതിനോടൊപ്പം ഒരു നോട്ട് ടു ഡു ലിസ്റ്റും ഇനി വേണം, എന്തൊക്കെ നമ്മൾ ചെയ്യില്ല. അപ്പോൾ അത് കുറേയൊക്കെ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും അവർ വളർന്ന ഫാമിലിയുടെയും അവരുടെ സൊസൈറ്റിയുടെയും കളറിങ് ഡെഫിനറ്റ്ലി അതിനുണ്ടാവും. അപ്പോൾ അതൊരു പക്ഷേ കുറച്ച് നമ്മുടെ വാല്യൂസ് അധിഷ്ഠിതമായിരിക്കാം. അപ്പം ഞാൻ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കണം എന്നില്ല വേറൊരു ഫാമിലിയിൽ വളരുന്നത്. അപ്പോൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട, പിന്നെ വ്യക്തമായിട്ടുള്ള, അതായത് ഇപ്പം ഒരു മനുഷ്യൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ഞങ്ങൾ 3ആയിട്ട് തരംതിരിക്കും. ഒന്ന് അയാളുടെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലൈഫ്, ADL എന്ന് പറയും. 2 അയാളുടെ ആക്ടിവിറ്റീസ് ഓഫ് പേഴ്സണൽ ലൈഫ്, സ്വന്തം ലൈഫിൻ്റെ. 3 ആക്ടിവിറ്റീസ് ഓഫ് സോഷ്യൽ ലൈഫ്. അപ്പോൾ ഇതിൽ നേരത്തെ നിമ്മി പറഞ്ഞതുപോലെ ഫങ്ഷനിങ് ബാധിക്കപ്പെടാത്ത വിധം മുന്നോട്ട് പോവാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് അയാൾ ഒരു റിഫ്ലക്ഷൻ ഒരു ദൈനംദിന ബേസിസിൽ ചെയ്താൽ നന്നാവും. എവിടെയാണ് എൻ്റെ ചിന്തകൾ, എൻ്റെ ഫീലിങ്സ്? ഇപ്പം എനിക്ക് സങ്കടം വരാം, എനിക്ക് ദേഷ്യം വരാം, ഇതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇതിനെ ബാലൻസ് ചെയ്യാൻ, റെഗുലേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ഇല്ല, എനിക്കത് പറ്റുന്നില്ലെങ്കിൽ എൻ്റെ ചുറ്റും എന്നെ ഹെൽപ്പ് ചെയ്യാൻ, കേൾക്കാൻ ബഫേഴ്സ് ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അതിന് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? അപ്പോൾ ഒരു ഇൻറ്റേർണൽ ഓഡിറ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ് തോന്നുന്നു. പിന്നെ വൈറ്റ് സ്പേസസ് കുറച്ച് വേണം എന്ന് പറയും. അതായത് എപ്പോഴും എൻഗേജ്ഡ് ആകുക, എല്ലാ കാര്യവും ചെയ്യുക. ഓരോ പോയിൻ്റ്, ഇപ്പോൾ ടോയ്ലറ്റിൽ പോയാലും ഒരു പക്ഷേ നമ്മളെ കൂടെ ഫോൺ ഉണ്ടാവും, നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും പോഡ്കാസ്റ്റ് കേൾക്കുമായിരിക്കും. അപ്പോൾ കുറച്ച് ഒന്നും ചെയ്യാതെ നമ്മളിലേക്ക് ഇൻട്രോസ്പെക്റ്റ് ചെയ്ത് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മുന്നോട്ട് പോവാൻ, ഒരു പക്ഷേ വേറൊരാളോട് കമ്പയർ ചെയ്യാതെ, അയാൾക്ക് ലൈഫിൽ വന്ന നല്ല കാര്യങ്ങളിലൊക്കെ നമുക്ക് സന്തോഷമുണ്ട്, പക്ഷേ ആസ് ആൻ ഇൻഡിവിജ്വൽ ഞാൻ ഇന്നലത്തേനേക്കാളും ബെറ്ററാണോ, ഷുഡ് ഐ ഇംപ്രൂവ്, ഞാൻ എന്തെങ്കിലും വർക്ക് ത്രൂ ചെയ്യേണ്ടതുണ്ടോ? ഈ ഒരു ഇൻട്രോസ്പെക്ഷൻ. ഇപ്പോൾ നമ്മൾ IQ പറ്റി സാറ് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒരു ഘട്ടം വരെ ഫ്ലിൻ ഇഫക്റ്റാണ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്, IQ കൂടുകയാണ്. പക്ഷേ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ IQ, പ്രത്യേകിച്ചും ജനറേഷൻ സിയുടെ പ്ലാറ്റ്ഫോം ചെയ്ത് കുറഞ്ഞു തുടങ്ങി. ഡെവലപ്പിംഗ് കൺട്രീസിൽ കൂടി വന്നിരുന്നത് ഇപ്പോൾ പ്ലാറ്റ്യൂ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ഡിജിറ്റൽ സ്ക്രീൻസ് നമുക്കിനി ഒഴിവാക്കി പണ്ടത്തെ ടെലഗ്രാം കാലത്ത് പോകാനൊന്നും പറ്റില്ല. പക്ഷേ ബൗണ്ടറി എങ്ങനെ സെറ്റ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട, ഇതിൽ ഓരോ വ്യക്തിയും ഇൻട്രോസ്പെക്റ്റ് ചെയ്ത് ചേഞ്ചിലേക്ക് വരുത്തുക എന്നതാണ് തോന്നുന്നു ഒരു ഈസി ടിപ്പ്. അത് എപ്പോഴും സൈക്കോളജിയുടെ നിയറസ്റ്റ് ജോബ് കണക്ഷൻ ഉള്ളത് ടൈലറിങ് ആണ് എന്ന് പറയും. ബിക്കോസ് എനിക്ക് ടൈലർ മേക്ക് ചെയ്ത ഒരു ഡ്രസ്സ് ഒരിക്കലും വേറൊരാൾക്ക് പെർഫെക്റ്റ് മാച്ച് ആവില്ല. അപ്പോൾ ദർ ഇസ് നോ വൺ സൈസ് ഫിറ്റ് ഫോർ ഓൾ. അപ്പോൾ എൻ്റെ അവസ്ഥ, എൻ്റെ കുടുംബം, എൻ്റെ വാല്യൂസ്, എൻ്റെ ഗോൾസ്, എൻ്റെ വിഷൻ, ഇതിനനുസരിച്ച് ഞാൻ ഇൻട്രോസ്പെക്റ്റ് ചെയ്തിട്ട് മെച്ചപ്പെടുത്തുക എന്നൊരു 1-on-1 പോളിസിയിലേക്ക് പോവാമെന്ന്.
എന്നോട് ആഡ് ചെയ്തിട്ട് ഒന്ന് ക്വാളിറ്റി ടൈമുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. രണ്ട് രീതിയിൽ. ഒന്ന് ഫാമിലി ക്വാളിറ്റി ടൈം മസ്റ്റായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ട് പേഴ്സണൽ ക്വാളിറ്റി ടൈമാണ്. ഫാമിലി ക്വാളിറ്റി ടൈം നമ്മളെല്ലാവരും ഒരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും പലപ്പോഴും വീട്ടിലുള്ള ഭാര്യയും ഭർത്താവും കുട്ടികളും ഒരുമിച്ചിരുന്ന് സ്പെൻഡ് ചെയ്യുന്ന സമയം എത്രയാണെന്ന് ചോദിച്ചാൽ ചില ഫാമിലികളിലെങ്കിലും അത് മൈനസ് ലെവലിലാണ് കിടക്കുന്നത്. ചിലപ്പം ഭാര്യയും ഭർത്താവും വർക്ക് ചെയ്യുന്ന ആളായിരിക്കും, കുട്ടികൾ പഠിക്കുന്നതായിരിക്കും. പരസ്പരം ഒരുമിച്ച് കണ്ടുമുട്ടുന്ന സമയം എത്രയുണ്ടെന്ന് ചോദിച്ചാൽ നമ്മളൊരു റിവ്യൂ നടത്തേണ്ടതുണ്ട്. പേഴ്സണൽ നമ്മളും നടത്തേണ്ടതുണ്ട്. ഒരു പക്ഷേ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിലും അത്തരത്തിലുള്ളൊരു ആസ്പെക്റ്റ് പോകേണ്ടതുണ്ട്. പലപ്പോഴും ഇത് വളരെ കുറവാണ് എന്നുള്ളൊരു സാഹചര്യം കാണാറുണ്ട്. അത് മിനിമം ഒരു ഡേയിൽ ഒരു ഹാഫ് ആൻ അവറെങ്കിലും നമ്മൾ ഒരുമിച്ച് വിത്തൗട്ട് ഫോൺ, വിത്തൗട്ട് ടി വി, വിത്തൗട്ട് ഫുഡ് പരസ്പരം മുഖാമുഖം ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്പേസ് ഉണ്ടാക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട പല ഇഷ്യൂസും ആ ഒരു സ്പേസിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അല്ലെ അറ്റ്ലീസ്റ്റ് പേരൻസിന് അതിന് അവെയർ ആകാനെങ്കിലും പറ്റും എന്നുള്ളതാണ്. ഇപ്പം നടക്കുന്ന പലതും പ്രശ്നമായതിനു ശേഷം കൗൺസിലറെയോ സൈക്കോളജിസ്റ്റിനെയോ കാണാൻ വരിക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ട്, മാം പറഞ്ഞതുപോലെ നമ്മുടെ ഒരു പേഴ്സണൽ ക്വാളിറ്റി ടൈം വേണം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളുടേതായ ആക്ടിവിറ്റി ചെയ്യുന്ന, നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു സമയം. അത് ഫാമിലി മറ്റാരുമില്ല, നമുക്ക് നമ്മുടേതായ ഒരു സ്പേസാണ്. അവിടെ ഈവൻ നേരത്തെ പറഞ്ഞ മൊബൈൽ, ടി വി എല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു എല്ലാ ദിവസവും ഒരു 20 മിനിറ്റ്സ് എങ്കിലും അത്തരത്തിലുള്ള ഒരു സ്പേസ് കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തണം. ഓവറോൾ ഡിജിറ്റലുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മളെല്ലാവരും കോവിഡ് വന്നപ്പോൾ എല്ലാവർക്കും മൊബൈൽ വാങ്ങിക്കൊടുത്തു. അത് നമ്മൾ അക്കാഡമിക്കൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യകതയായിരുന്നു. പക്ഷെ നമ്മളാരും കൊടുക്കുമ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ആരും പറഞ്ഞു കൊടുത്തില്ല. ഈവൻ ചെറിയ കുട്ടിയാണെങ്കിൽ പോലും. അപ്പോൾ അവിടെ ഡിജിറ്റൽ ഹൈജീൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നിങ്ങൾ സിംഗപ്പൂർ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനാണോ ഹെൽത്താണെന്ന് അറിയില്ല, അവരുടെ സൈറ്റ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആണെന്ന് തോന്നുന്നു. സൈറ്റ് പോയി കഴിഞ്ഞാൽ പ്രൈമറി സ്കൂളിലുള്ള സിലബസിലടക്കം അവരെങ്ങനെയാണ് ഈ ഡിജിറ്റൽ വെൽബീങ് അല്ലെ ഡിജിറ്റൽ ഹൈജീൻ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ചില പ്രോട്ടോകോൾസും അവരുടെ മാനുവൽസും കാണാം, ടീച്ചിങ് റിലേറ്റഡ് മാനുവൽസും. പക്ഷെ അത്രത്തോളം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം എന്നുള്ളതാണ്. അത് എങ്ങനെ യൂസ് ചെയ്യണം, ഏത് രീതിയിൽ അതിനെ ഉപയോഗിക്കണം എന്നുള്ളത്. ഈവൻ ഇപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇതിൽ ഇപ്പം ക്രിമിനൽ ആക്ടിവിറ്റിയിൽ പോലീസ് ആണെങ്കിൽ പോലും ഇപ്പം യൂസ് ചെയ്യുന്നത് ഈ ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ്സ് ആണ്. അത്രത്തോളം ഡിജിറ്റൽ പേഴ്സണാലിറ്റി ഉണ്ടാകെ വരുന്ന ഒരു രീതിയിൽ കൺസെപ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ആ ഒരു ഡിജിറ്റൽ ഹൈജീൻ കൺസെപ്റ്റ് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മറ്റൊരു വശം. അത് നമ്മൾ ചെറിയ സ്കൂളിലേക്കൊന്നും പോകണ്ട, നമ്മൾ കോളേജുകളിൽ അടക്കമുള്ള കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഇവരുടെ യൂസ് എന്നും ഇത് ഇവരുടെ ഒരു സ്ലീപ്പ് പാറ്റേണിനെയും അക്കാഡമിക് പാറ്റേണിനെയും റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതടക്കം നമുക്ക് നോക്കിക്കാണാം എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇൻ്റർവെൻഷൻ സ്ട്രാറ്റജീസ് അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാം. സൈക്കോളജിസ്റ്റ് തന്നെ വേണം എന്നൊന്നുമില്ല. ടീച്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത്തരം കാര്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് മെൻറ്ററിങ് പരിപാടിയും ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. പലപ്പോഴും അത് റെക്കോർഡിൽ ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥയാണ്. പഴയ കാലഘട്ടത്തിലെ അധ്യാപകനും കുട്ടികളും തമ്മിലുള്ളൊരു ബന്ധത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അത്തരത്തിലൊരു ബന്ധം നമ്മുടെ ക്ലാസ് മുറികളിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം. ആ ഒരു പേഴ്സണൽ സ്പേസ് കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമം കൂടി നമ്മൾ ക്വാളിറ്റി ടൈമിൽ പേഴ്സണൽ ഫാമിലി പറയുന്നത് പോലെ തന്നെ വേണമെങ്കിൽ ടീച്ചർ എന്നുള്ള രീതിയിലൊരു ക്വാളിറ്റി ടൈം കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമം കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഒറ്റ പോയിന്റും കൂടി ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ ഒരു ടിപ്സ് അല്ല, ഞാൻ ഇതിനെ കുറച്ചും കൂടിയും എന്താ പറയുക കോംപ്രിഹെൻസീവായിട്ടാണ് കാണുന്നത്. കാരണം ഇങ്ങനെയൊരു മാനസിക ആരോഗ്യത്തിൻ്റെ പ്രസക്തി അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ട് സ്കൂൾ ലെവലിന് തന്നെ കരിക്കുലം തന്നെ ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള, അതായത് ഇപ്പോൾ ഡോക്ടർ വർഷ നേരത്തെ പറഞ്ഞിരുന്നു ആ അക്കാഡമിക് സ്ട്രെസ്സിനെ പറ്റി അല്ലെങ്കിൽ ആ റാങ്കിനും ഗ്രേഡ്സിനും വേണ്ടി മാത്രമുള്ള നെട്ടോട്ടത്തിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ അതിൽ നിന്ന് കുറേ മാറിയിട്ട് കുറേയും കൂടിയും കുട്ടികളുടെ സോഷ്യൽ ആൻഡ് എമോഷണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു വേദിയായിട്ടും കൂടി സ്കൂൾ മാറുകയാണെങ്കിൽ അത് വളരെ അധികം ഇനി വരുന്ന ജനറേഷനെങ്കിലും അത് വളരെ ഉപകാരപ്രദമാവും. അതിൽ ഞാൻ ഒരു ടോക്ക് കാണാനിടയായി, ഒരു ക്ലാസ് കേട്ടതാണ്. അതിൽ മറ്റേ നമ്മുടെ സ്കാൻഡിനേവിയൻ കൺട്രീസ് എന്നുള്ള ഒരു പ്രൊഫസർ വന്നിട്ട് എടുത്തതിൽ അവരുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോഴും ഇവിടെയും പ്രാർത്ഥനയോട് കൂടിയിട്ട് തന്നെയായിരിക്കും തോന്നുന്നു അല്ലേ, കോളേജുകളും സ്കൂളുകളൊക്കെ ഇല്ല. എന്തായാലും ഞാൻ 80s ആളാണ്. നമ്മളൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ രാവിലെ പ്രയർ കഴിഞ്ഞിട്ടാണ് തുടങ്ങാറ്. അപ്പോൾ ഇവർ ചെയ്യുന്നത്
ഈ പ്രെയർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു പ്രെയറിന് പകരം അവർ ചെയ്യുന്നത് ചെറിയ മക്കൾ കേട്ടോ, അതായത് KG സ്റ്റാൻഡേർഡിലും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും കുട്ടികളെ വിളിച്ചിരുത്തി ഫസ്റ്റ് പീരീഡിൽ ചെയ്യുന്ന കാര്യമാണ്. ടീച്ചർ വന്നിട്ട് ഇരുത്തി ഇങ്ങനെ എല്ലാവരുടെ മുഖവും നോക്കും, എന്നിട്ട് ഓരോരുത്തരോട് ഹൗ ഡിഡ് യുവർ ഡേ സ്റ്റാർട്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരാൾ ചെറുതാണ്, അപ്പോൾ ഒരാളിങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പോൾ പക്ഷെ പിന്നെ ടീച്ചറും മിണ്ടില്ല. പിന്നെ അടുത്ത ആൾ, എന്താ നീ വിഷമിച്ചിരിക്കണേ? ഇന്ന് രാവിലെ അമ്മയുടെ അടുത്ത് വഴക്ക് കേട്ടു. എന്തിനാ വഴക്ക് പറഞ്ഞു? ഞാൻ രാവിലെ എണീക്കാൻ ലേറ്റായി പോയി. ഇന്ന് എനിക്കും കേട്ടു. അപ്പോൾ അടുത്ത ആൾ അങ്ങനെ. പിന്നെ അത് അവരുടെ ഇടയിലുള്ള കോൺവെർസേഷനാണ്. ജസ്റ്റ് ആ മോർണിംഗ് അവരുടെ എങ്ങനെയായിരുന്നു എന്ന് മാത്രമാണ് ആ അരമണിക്കൂറിലോ 1 മണിക്കൂറിലോ അവരുടെ ചർച്ച. സോ വാട്ട് ഈസ് ഹാപ്പനിങ് അൾട്ടിമേറ്റ്ലി? ടീച്ചർ അവിടെ മിണ്ടാതിരിക്കുന്ന ഒരു ടീച്ചർ അവിടെ ഉണ്ട്. സോ ദാറ്റ് ഡിസിപ്ലിൻ ഇസ് എൻഷുവേർഡ്. ബാക്കിയെല്ലാം അവിടെ കുട്ടികളാണ് ഡീൽ ചെയ്യുന്നത്. അതായത് അവിടെ ഇപ്പോൾ അവരെന്തൊക്കെ പഠിക്കുന്നുണ്ട്, നിനക്ക് മാത്രമല്ല എനിക്കും കേൾക്കുന്നുണ്ട് ചീത്ത, അല്ലെങ്കിൽ അത് സാരമില്ല നമുക്ക് സ്കൂളിൽ വരുമ്പോൾ കളിക്കാം. സി, അപ്പോൾ ആ ലെവലിൽ അവർക്കൊരു അഷ്വറൻസ്, അവർക്കൊരു എന്താ പറയുക, ഒരു സപ്പോർട്ട്, അവർക്ക് അവരുടെ ഇതിൻ്റെ ഇടയിൽ ടീച്ചർ ഇൻ്റർവ്യൂ ചെയ്യും. എപ്പോഴാണെന്നറിയോ, എമോഷൻസ് നെയിം ചെയ്യാൻ പറയും. ആർ യു സാഡ്? അല്ലെങ്കിൽ ആർ യു ആംഗ്രി വിത്ത് യുവർ മദർ? യെസ്, ഐ ആം ആംഗ്രി വിത്ത് മൈ. അവിടെ ധൈര്യമായിട്ട് പറയാം, കാരണം അമ്മയില്ലല്ലോ അവിടെ. അതുകൊണ്ട് ഐ ആം ആംഗ്രി വിത്ത് മൈ മദർ എന്ന് കൃത്യമായിട്ട് അവർക്ക് പറയാൻ പറ്റും. അപ്പോൾ അടുത്ത ആൾ, ഐ ആം ഓൾസോ ആംഗ്രി വിത്ത് മൈ ബിക്കോസ് മൈ മദർ ഡിഡ് നോട്ട് മേക്ക് ദ ബ്രേക്ക്ഫാസ്റ്റ് ഐ വാണ്ടഡ്. അങ്ങനെ അവിടെ മുഴുവൻ എന്താണ്, ഒരു കുറച്ച് സമയത്തേക്ക് അവരവരുടെ എമോഷൻസ് എക്സ്പ്രസ് ചെയ്യാണ്. അവരവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം താങ്ങായി നിൽക്കുകയാണ്. അവർക്ക് സപ്പോർട്ടുകൾ എൻഷുവർ ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെയുള്ള, ഇതൊരു ഉദാഹരണം മാത്രമാണ്, ഇങ്ങനെയുള്ള ചില പ്രാക്ടീസുകളും ഇങ്ങനെയുള്ള സ്കിൽ ഡെവലപ്മെൻറ്റുകളും, ഇപ്പോൾ ഡോക്ടർ വർഷ നേരത്തെ പറഞ്ഞ ചില മൊഡ്യൂൾ ഡെവലപ്പ്, റിലേഷൻഷിപ്പ് ഹൈജീൻ, അല്ലെങ്കിൽ അതിനുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഒരു ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ, അതായത് ഒരു അഡലസെൻസിലോ അല്ലെങ്കിൽ ഒരു ഡിഗ്രിക്ക് 18 വയസ്സിന് ശേഷമൊക്കെ നമുക്ക് കൊടുക്കാമെങ്കിൽ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ സ്കൂൾ ലെവലിൽ നിന്നേ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ വി ആർ ഓൾ എക്യുപ്ഡ്. കുട്ടികളെല്ലാവരും എക്യുപ്ഡ് ആയിരിക്കും. എന്തും ഫേസ് ചെയ്യാം, എന്തും ചെയ്യാം. അല്ലെങ്കിൽ ഇത് ആയാൽ ഞാൻ എടുത്തു ചാടേണ്ട ആവശ്യമില്ല, എനിക്കൊരാളോട് ചോദിക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു സുഹൃത്തുണ്ട് എന്നൊക്കെയുള്ള ചിന്തകളായിരിക്കും അവരിൽ ആദ്യം വരുന്നുണ്ടാവുക, ദാൻ ഗോയിങ് ഫോർ അഗ്രസീവ് ബിഹേവിയർ അല്ലെങ്കിൽ ഈ പറഞ്ഞ സെൽഫ് ഹാമിങ് ബിഹേവിയർ എന്നുള്ളതിനെക്കാട്ടിലും. താങ്ക് യു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ പാനൽ അംഗങ്ങൾക്കും ACLF സംഘാടകർക്കും പ്രേക്ഷകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ചർച്ച അവസാനിച്ചതായി അറിയിക്കുന്നു. താങ്ക് യു.